നമുക്ക് നിറം മാറും ഉലകിൽ എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ? ഇതിൽ മുഴുവൻ 4 കഥകളാണുള്ളത്. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, അമ്മയെ പൂർണ്ണമായും വെറുത്ത് ഒരു പെൺകുട്ടി വീട് വിട്ടിറങ്ങി പോകുന്നു. ആ പോക്കിൽ ഒരാളെ കണ്ടുമുട്ടും. അയാളിൽ നിന്നും 4 കഥകൾ അറിയുകയാണ്. ആ 4 കഥയിൽ നിന്നും അമ്മയെ എത്രമാത്രം അവൾ വെറുത്തോ അത്രമാത്രം അവൾ സ്നേഹിക്കുവാനായും തുടങ്ങി. അതിനുവേണ്ടി എന്തായിരിക്കും ആ കഥകൾ എന്നറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തില് ഒരു വലിയ വീടാണ് കാണിക്കുന്നത്. ആ വീട്ടില് അമ്മയാണെങ്കിൽ തന്റെ മകളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് കേക്ക് റെഡിയാക്കിക്കൊണ്ടേയിരിക്കും. എന്നാൽ മകളായ അബിയാണെങ്കിൽ കുളിക്കുകയായിരുന്നു. കുളിക്കുന്നതിനിടയിൽ 1 വർഷം മുൻപ് നടന്ന കാര്യത്തെക്കുറിച്ചാണ് അബി ചിന്തിക്കുന്നത്. 1 വർഷം മുൻപ് അബിയുടെ പിറന്നാൾ ദിവസം എല്ലാവരും ആഘോഷിക്കുവാനായും തീരുമാനിച്ച് കേക്കൊക്കെ കട്ട് ചെയ്യുവാനായി നിൽക്കുകയായിരുന്നു. അമ്മയും കൂട്ടുകാരും എല്ലാവരും ഉണ്ട്. ആ കൂട്ടത്തിൽ കൂട്ടുകാരിൽ ഒരാളിനെ അബിക്ക് ഇഷ്ടമാണ്. പക്ഷെ അത് തുറന്നു പറഞ്ഞിട്ടൊന്നുമില്ല. കേക്കൊക്കെ കട്ട് ചെയ്ത് അവന് കൊടുത്തിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവനെ അബി കെട്ടിപ്പിടിക്കും. എന്നാൽ അമ്മയ്ക്കാണെങ്കിൽ അതത്ര ഇഷ്ടമായില്ല. അബി ആ പയ്യനെ കെട്ടിപ്പിടിക്കുന്നത് ഇഷ്ടമാകാത്ത അമ്മ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകും. അമ്മ അവിടെ നിന്ന് മാറുന്നത് കണ്ട് അബി അമ്മയുടെ പിന്നാലെ ചെന്നിട്ട് അമ്മ അവിടെ നിന്ന് പോയതിന് കാരണം തിരക്കും. എന്നാൽ അമ്മ പറയുന്നത്, ആരാടിയവൻ, നീ എന്തിനാ അവനെ കെട്ടിപ്പിടിച്ചത് എന്ന് ചോദിച്ച് അബിയെ തല്ലുന്നു. അതോടുകൂടി അബിക്ക് അമ്മയോട് വല്ലാത്ത ദേഷ്യമായി, അമ്മയെ വെറുപ്പായി എന്ന് തന്നെ പറയാം. അങ്ങനെ 1 വർഷം കഴിഞ്ഞിട്ട് പോലും അബി അമ്മയോട് മിണ്ടാറില്ല. അബിയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് അമ്മ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കി അബി വീട് വിട്ടിറങ്ങി പോവുകയാണ്. തന്റെ സാധനങ്ങളും എല്ലാം എടുത്ത് കൂട്ടുകാരിയുടെ വീട്ടിലേക്കാണ് പോകുന്നതും. അബി പോകുന്നത് മനസ്സിലാക്കി അമ്മ, നീ എവിടെ പോവുകയാന്ന് പിന്നാലെ വന്ന് ചോദിച്ചിട്ട് പോലും ഒന്നും മിണ്ടാതെയാണ് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതും. കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോകുവാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് അബി. അപ്പോൾ അവളുടെ കൂട്ടുകാരി വിളിച്ചിട്ട്, നിന്റെ അമ്മ എന്നെ വിളിച്ചിരുന്നു, നീ ഇറങ്ങിപ്പോകുന്ന കാര്യമൊക്കെ അമ്മ എന്നോട് ചോദിക്കുന്നത് എന്നൊക്കെ കൂട്ടുകാരിയോട് പറയും. എന്ത് പറഞ്ഞിട്ടും അബി കേൾക്കുവാനായിട്ട് കൂട്ടാക്കുന്നില്ല. അങ്ങനെ പോകേണ്ട ട്രെയിൻ എത്തി. അവൾ ട്രെയിനിൽ കയറിയ സമയത്താണ് അവൾ ബുക്ക് ചെയ്ത ടിക്കറ്റ് ഒന്നും ബുക്ക് ആയിട്ടില്ല എന്നുള്ള കാര്യം അവൾ അറിയുന്നത്. ഉടനെ തന്നെ അവിടെ എത്തി TTRന് കാശ് കൊടുത്തിട്ട് അവൾക്കൊരു സീറ്റ് അവൾ വാങ്ങിയെടുക്കും. അങ്ങനെ ഒഴിഞ്ഞൊരു സീറ്റ് TTR ഒപ്പിച്ചു കൊടുക്കുന്നു. അവൾ അവിടെ ഇരിക്കുന്ന സമയത്ത് അവളുടെ ഓപ്പോസിറ്റ് ആയിട്ട് TTRം വന്നിരിക്കും. അതേ സമയം തന്നെയായിരുന്നു അവളെ കെട്ടിപ്പിടിച്ച പയ്യനില്ലേ, ആ പയ്യൻ അബിയെ ഫോൺ വിളിക്കുന്നതും. ഫോൺ എടുക്കുന്ന സമയത്ത്, നീ എന്തിനാ വീട് വിട്ടിറങ്ങി പോകുന്നത്? അമ്മ അന്ന് ദേഷ്യത്തിന് അങ്ങനെ പെരുമാറി എന്ന് പറഞ്ഞ് നീ എന്തിനാ ഇപ്പോൾ അമ്മയോട് അങ്ങനെ കാണിക്കുന്നത്? നിന്റെ ഈ പിറന്നാളിന് അമ്മ കേക്കുണ്ടാക്കുന്നത് കണ്ടിട്ടാണോ എന്നൊക്കെ പറഞ്ഞ് അബിയോട് കൂട്ടുകാരൻ ചോദിക്കും. എന്നാൽ അബി പറയുന്നത് അമ്മയെ തനിക്ക് ഇഷ്ടമല്ല എന്നും അമ്മയുടെ കാര്യങ്ങളൊന്നും എന്നോട് പറയരുത് എന്നുള്ളതാണ് കൂട്ടുകാരനോട് പറയുന്നത്. ഇതെല്ലാം ആ ഒരു TTR കേൾക്കുന്നുണ്ടായിരുന്നു. അബി സംസാരിക്കുന്നതെല്ലാം കേട്ട് ഒരു പുച്ഛത്തോടു കൂടിയാണ് TTR ചിരിക്കുന്നത്. കോള് കട്ടായതും TTR അബിയോട് ചോദിക്കും, എന്താ അമ്മയുമായി പ്രശ്നമാണോ? അമ്മയുമായി വഴക്കിട്ടാണോ വീട് വിട്ടിറങ്ങിയത് എന്നൊക്കെ ചോദിക്കും. അബിയാണെങ്കിൽ അതിന് മറുപടിയായിട്ട് നടന്ന കാര്യങ്ങളെല്ലാം TTRനോട് പറയുന്നു. ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണോ വീട് വിട്ടിറങ്ങിയത്? ഒരു കാര്യം ചെയ്, അമ്മയെ വിളിക്ക്, എന്നിട്ടൊരു സോറി പറ, എന്നിട്ട് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആക്കുവാനായിട്ടും TTR പറയും. പക്ഷെ TTR പറയുന്നതെന്ന് കേൾക്കുവാനായിട്ട് അബി കൂട്ടാക്കുന്നില്ല. ഇതൊക്കെ എന്റെ പേഴ്സണൽ കാര്യമാ, ഞാൻ നോക്കിക്കോളാം എന്നും അബി പറയും. അബി പറയുന്നത് കേട്ട് TTR പറയും, ഞാനും നിന്നെ പോലെ തന്നെയായിരുന്നു. ചെറിയ കാര്യത്തിന് പോലും എനിക്ക് ദേഷ്യവും വാശിയൊക്കെ ആയിരുന്നു. എന്നാൽ ഈ ട്രെയിനിൽ വരുന്ന പാസഞ്ചേഴ്സിന്റെ ഓരോരുത്തരുടെയും കഥകളൊക്കെ കേട്ടതിന് ശേഷമാണ് എന്റെ സ്വഭാവം മാറിപ്പോയതെന്നും TTR പറയും. അത് കേട്ട് അബി ചോദിക്കും, എന്ത് കഥയാ നിങ്ങൾ കേട്ടത്? എങ്കിൽ ആ കഥകളൊന്ന് പറഞ്ഞു തരുമോ എന്നും അബി ചോദിക്കുന്നു. പിന്നീട് TTR ആണെങ്കിൽ കഥ പറയുവാനായും ആരംഭിക്കുന്നു. ഒരു ഗ്രാമത്തില് കാമുകി കാമുകന്മാരായ കണ്ണനും മലരും. ഇവർ 2 പേരും 2 കാസ്റ്റിലുള്ളതാണ്. ഇവരുടെ കല്യാണം ഒരിക്കലും നടക്കത്തില്ല എന്ന് ഉറപ്പായത് കൊണ്ട് തന്നെ 2 പേരും ഒളിച്ചോടി പോകും. ഈ മലരിനാണെങ്കിൽ സംസാരിക്കുവാനുള്ള കഴിവില്ല. കണ്ണൻ അവളെയും കൊണ്ട് ഒളിച്ചോടിപ്പോയ വിവരം നാട്ടുകാരെല്ലാവരും അറിഞ്ഞു. 2 കാസ്റ്റുകാർക്കുമിടയിൽ പ്രശ്നമായി. മലരിന്റെ കാസ്റ്റിലുള്ളവരാണെങ്കിൽ മലരിന്റെ അച്ഛനോടും അമ്മയോടും വന്ന് വല്ലാതെ പ്രശ്നമുണ്ടാക്കുവാനായും തുടങ്ങി. ആയുധവുമായിട്ടാണ് മലരിന്റെ ആളുകൾ എത്തിയിരിക്കുന്നതും. അച്ഛനും അമ്മയും വാതിൽ തുറക്കാതെ അകത്ത് തന്നെ ഇരിക്കും. എന്നാൽ അമ്മ അച്ഛനോട് പറയുന്നത്, നമ്മുടെ മകളെ നിങ്ങൾ ഒന്നും ചെയ്യരുത് എന്നൊക്കെയാണ്. അച്ഛനാണെങ്കിൽ ഒരു ഘട്ടത്തിൽ വാതിൽ തുറന്ന് പുറത്തേക്ക് വരും. എന്നാൽ ആയുധവും കൊണ്ടുനിന്ന ആളുകൾ പറയുന്നത്, 2 എണ്ണത്തിനെയും വെട്ടിക്കൊല്ലണം, നിങ്ങൾ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാണ് ആയുധങ്ങളെല്ലാം മലരിന്റെ അച്ഛന്റെ കൈവശം ഏൽപ്പിക്കുന്നത്. എന്നാൽ അച്ഛനാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കും. അതിനുശേഷം കാണിക്കുന്നത് ബോംബെയാണ്. കണ്ണനാണെങ്കിൽ മലരിനെയും കൊണ്ട് ഒളിച്ചോടി പോയത് ബോംബെയിലേക്കായിരുന്നു. എന്നാൽ ഈ ബോംബെയിലാണെങ്കിൽ 2 അധോലോക നേതാക്കളുണ്ട്. ഒന്ന് അബു മാലിക്കും
രണ്ടാമത്തെയാൾ ലാൽബായി. ലാൽബായിക്ക് അബ്ദുൾ മാലിക്കിനെ ഒട്ടും ഇഷ്ടമല്ല. ഇവർ രണ്ടുപേരും ശത്രുക്കളാണ്. അതിനു പിന്നിൽ ഒരു കാരണമുണ്ട്. ലാൽബായിയുടെ മകനെ അബ്ദുൾ മാലിക് കൊന്നുകളഞ്ഞു. എന്തെന്നാൽ ഈ ലാൽബായിയുടെ മകനാണെങ്കിൽ അബ്ദുൾ മാലിക്കിനെ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. അബ്ദുൾ മാലിക്കിന്റെ പ്രശ്നങ്ങളിലെല്ലാം ചെന്ന് ഇടപെടുകയും വല്ലാത്ത വിഷയമാക്കുകയും ഒക്കെ ചെയ്തത് കാരണം സഹിക്കാനാകാതെ അബ്ദുൾ മാലിക് ആണെങ്കിൽ ലാൽബായിയുടെ മകനെ കൊന്നുകളഞ്ഞു. അതുകൊണ്ട് തന്നെ ലാൽബായിക്ക് അബ്ദുൾ മാലിക്കിനോട് വല്ലാത്ത ദേഷ്യമാണ്. അബ്ദുൾ മാലിക്കിനെ എങ്ങനെയെങ്കിലും കൊല്ലണം. അതിനു വേണ്ടിയിട്ട് തനിക്കൊരു ഇരയെ വേണം. അവനെ വെച്ചിട്ട് വേണം മാലിക്കിനെ കൊന്നുകളയാനെന്നും ലാൽബായി അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥനോട് പറയുന്നു. പോലീസ് ഉദ്യോഗസ്ഥനും അബ്ദുൾ മാലിക്കിനെ കൊല്ലുവാൻ വേണ്ടിയിട്ടുള്ള ഒരാളിനെ റെഡിയാക്കുവാനായി നോക്കുകയാണ്. മാലിക് മിക്ക ദിവസങ്ങളിലും പ്രോസ്റ്റിറ്റ്യൂട്ടിനടുത്തേക്കൊക്കെ പോകുന്ന കാര്യം ലാൽബായിക്ക് അറിയാം. അങ്ങനെ പോകുന്ന ഒരു ദിവസം തന്നെ മാലിക്കിനെ തീർക്കണമെന്നും ലാൽബായി പ്ലാനിടും. എന്നാൽ മറ്റൊരു വശത്ത് ബോംബെയിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ കണ്ണനും മലരും. വീട്ടിൽ എന്തായി എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് കണ്ണനാണെങ്കിൽ ഉടനെ തന്നെ തന്റെ കൂട്ടുകാരനെ വിളിക്കും. നാട്ടിലെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണെന്ന് കണ്ണൻ ചോദിക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ടാണ് കൂട്ടുകാരൻ മറുപടി പറയുന്നത്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. കണ്ണനും മലരും ഒളിച്ചോടി വിവരം എല്ലാവരും അറിഞ്ഞല്ലോ. അങ്ങനെ മലരിന്റെ ആളുകളാണെങ്കിൽ മലറിന്റെ വീട്ടിൽ വന്ന് അച്ഛനോട് ഒരുപാട് പ്രശ്നമുണ്ടാക്കി അച്ഛന്റെ കയ്യിൽ ആയുധമൊക്കെ കൊടുത്തല്ലോ മലരിനെയും കണ്ണനെയും കൊന്നുകളയുവാനായിട്ട്. അങ്ങനെ അച്ഛനെയും കൂട്ടി ആളുകളാണെങ്കിൽ മലരും കണ്ണനും ഉള്ള സ്ഥലത്തേക്ക് എത്തി. അവരെ കണ്ടുപിടിച്ച് അച്ഛന്റെ മുന്നിൽ നിർത്തി. എന്നാൽ അച്ഛനാണെങ്കിൽ അവരെ വെട്ടിക്കൊല്ലുവാനായിട്ട് മനസ്സ് വന്നില്ല. അച്ഛൻ മലറിനോട് ചോദിക്കുന്നത്, നിനക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ നിനക്കത് എന്നോട് പറഞ്ഞുകൂടായിരുന്നു, എന്തിനാ നീ ഇങ്ങനെ കടുങ്കയൊക്കെ ചെയ്തത് എന്ന് ചോദിക്കും. മാത്രവുമല്ല അച്ഛന് കണ്ണനെയും മലറിനെയും കൊല്ലുവാനായിട്ടുള്ള മനസ്സൊന്നും വന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും അവിടെ നിന്ന് രക്ഷപ്പെടുത്തുവാനായും അച്ഛൻ തീരുമാനിക്കും. അതിനു മുൻപായിട്ട് കണ്ണനോട് പറയുന്നുണ്ട്, ഒരു കാരണവശാലും എന്റെ മകളെ കരയിക്കരുത്, നന്നായിട്ട് നോക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവരെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുവാനായിട്ടും അച്ഛൻ സഹായിച്ചത്. അതിനുശേഷമാണ് കണ്ണനും മലരും ബോംബെയിലേക്ക് എത്തിയതും. അച്ഛൻ കണ്ണനെയും മലറിനെയും രക്ഷപ്പെടുവാനായി സഹായിച്ചത് മറ്റു ആളുകൾ അറിയുന്നു. അവർക്ക് ജാതി പ്രശ്നമാണല്ലോ മനസ്സിൽ. അതുകൊണ്ട് തന്നെ മലറിന്റെ അച്ഛനെ കൊന്നുകളയും. ഈ കാര്യമാണ് കൂട്ടുകാരൻ വഴി കണ്ണൻ അറിഞ്ഞതും. കണ്ണന് സങ്കടം സഹിക്കാനായില്ല. കണ്ണൻ തിരികെ മലറിനടുത്തെത്തുന്ന സമയത്ത് എന്തായി കാര്യങ്ങളെന്നൊക്കെ മലർ ചോദിക്കും. എന്നാൽ കണ്ണൻ പറയുന്നത്, എനിക്ക് നാട്ടിലേക്ക് വിളിക്കാനായി പറ്റിയില്ല, ലൈൻ കിട്ടിയില്ല എന്നവൻ കള്ളം പറയും. കണ്ണൻ കള്ളം പറയുകയാണെന്നുള്ള കാര്യം മലറിന് മനസ്സിലായി. എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത്, എന്താ സംഭവിച്ചത്, സത്യം പറയാന്ന് പറയും. അച്ഛൻ മരിച്ച കാര്യം കണ്ണൻ മലറിനോട് തുറന്നു പറഞ്ഞു. അച്ഛന്റെ മരണവാർത്ത അറിഞ്ഞ് അത് സഹിക്കാനാകാതെ മലർ കുഴഞ്ഞു വീഴും. മലറിന് എന്തു പറ്റിയെന്നറിയാൻ വയ്യാതെ കണ്ണനാണെങ്കിൽ അവളുടെ മുഖത്ത് വെള്ളമൊക്കെ തളിച്ചു കൊടുക്കുന്നു. അങ്ങനെ കണ്ണനും മലറിനും താമസിക്കാൻ വേണ്ടിട്ട് ഒരു സ്ഥലമൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അവിടെ കട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുകയാണ് മലറിനെ. എന്നിട്ട് അവൻ എന്ത് ചെയ്യുമെന്നറിയാതെ കട്ടിലിന് ചുവട്ടിലിരിക്കുന്ന സമയത്തായിരുന്നു അവന്റെ കൂട്ടുകാരൻ ഫോൺ വിളിക്കുന്നതും. എടാ, നീ ഇപ്പോൾ എവിടെയാ താമസിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ബോംബെയിൽ അവൻ ഏത് സ്ട്രീറ്റിലാണ് ഉള്ളതെന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ കൂട്ടുകാരനെ ആ മറ്റേ ജാതിക്കാരുണ്ടല്ലോ, മലറിന്റെ ജാതിക്കാർ, അവർ വിരട്ടിയിട്ടാണ് അവനെ കൊണ്ട് ചോദിപ്പിച്ചതും. അവരെല്ലാവരും പോയി കഴിഞ്ഞതും ഉടനെ തന്നെ കൂട്ടുകാരൻ കണ്ണനെ വിളിച്ചിട്ട്, എടാ, എന്നെ അവർ വിരട്ടി ചോദിപ്പിച്ചതാ, നീ എത്രയും വേഗം അവിടെ നിന്ന് രക്ഷപ്പെടണം, എല്ലാരും അവിടേക്ക് വന്നിട്ടുണ്ടെന്നുള്ള കാര്യവും കൂട്ടുകാരൻ കണ്ണനോട് പറയുന്നു. എന്നാൽ മറ്റൊരു വശത്ത് ലാൽബായിയാണ് കാണിക്കുന്നത്. ലാൽബായി ഒരു പോലീസുകാരനോട് പറഞ്ഞിരുന്നല്ലോ മാലിക്കിനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ഒരാളിനെ ഏർപ്പാടാക്കി തരണമെന്ന്. എനിക്കൊരു ബലിയാടിനെ വേണം, അവനെ വെച്ച് വേണം മാലിക്കിനെ എനിക്ക് തീർക്കാനെന്നും ലാൽബായി പോലീസുകാരനോട് പറയുന്നു. മാത്രമല്ല അബ്ദുൾ മാലിക് പ്രോസ്റ്റിറ്റ്യൂട്ടിനടുത്തേക്ക് പോകുമെന്നറിയാമല്ലോ, അവിടെ വെച്ച് തീർക്കണമെന്നായിരുന്നല്ലോ അവരുടെ പ്ലാനും. അങ്ങനെ അബ്ദുൾ മാലിക് പോകുന്ന ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് ലാൽബായി. അതേസമയം തന്നെ കണ്ണൻ ഫോണൊക്കെ വിളിച്ചു കഴിഞ്ഞ് നേരെ തന്റെ റൂമിലേക്ക് പോകുവാനായി ഒരുങ്ങുന്ന സമയം തന്നെയായിരുന്നു ഒരു ട്രാൻസ്ജെൻഡർ അവിടേക്ക് വന്ന് കണ്ണന്റെ ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുന്നതും. കണ്ണൻ അവരുടെ പിന്നാലെ ഓടും. ഓടി ഓടി ഒടുവിൽ ചെന്ന് വീഴുന്നത് ആ ഒരു ഇൻസ്പെക്ടറിന്റെ ജീപ്പിന് മുന്നിലേക്കായിരുന്നു. ഇൻസ്പെക്ടർ ആണെങ്കിൽ കണ്ണനെ കൈയോട് പിടികൂടി. അതോടുകൂടി ഇൻസ്പെക്ടറിന്റെ മനസ്സിൽ ഒരു കാര്യം കൂടി ഓർമ്മ വരുന്നു. എന്തെന്നാൽ ലാൽബായി ഒരാളിനെ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ, അപ്പോൾ ഈ കണ്ണനെ അതിന് സെറ്റാക്കുമെന്നും ഇൻസ്പെക്ടർ കരുതി. ഇൻസ്പെക്ടർ കണ്ണനെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. കണ്ണനെ തന്റെ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് അവനെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് കണ്ണന്റെ വൈഫായ മലറിനെ അവർ പിടിച്ചുകൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് പറയുന്നത്, നീ ഞങ്ങൾ പറയുന്നത് പോലെ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിന്റെ വൈഫിനെ കൊന്നുകളയുമെന്ന് പറഞ്ഞ് വിരട്ടി. അതേസമയം തന്നെയായിരുന്നു ഈ ലാൽബായിയുടെ കൂട്ടാളിയായ ഒരാളും അവിടേക്ക് വരുന്നതും. അയാൾ കണ്ണനെ ഇവർ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ട് ഞെട്ടിപ്പോകും. ലാൽബായിയുടെ കൂട്ടാളിക്ക് കണ്ണനെ നന്നായിട്ട് അറിയാം. അതെങ്ങനെയെന്നാൽ മലർ കുഴഞ്ഞു വീണ സമയം എന്ത് ചെയ്യുമെന്നറിയാതെ പരവേശനായി ഇരിക്കുകയായിരുന്നല്ലോ കണ്ണൻ. അതേസമയം എല്ലാവരും കൂടി നിൽക്കുന്നത് കണ്ട് അവിടേക്ക് ഈ ലാൽബായിയുടെ കൂട്ടാളിയും വരുന്നു. ലാൽബായിയുടെ കൂട്ടാളിക്ക് കണ്ണനെയും മലറിനെയും കണ്ടിട്ട് പാവം തോന്നി. അങ്ങനെ ഇവരെ
സഹായിക്കുകയും ഇവർക്ക് താമസിക്കുവാനായിട്ട് സ്ഥലമൊക്കെ ഒരുക്കി കൊടുക്കുകയും ചെയ്തത് ലാൽബായിയുടെ കൂട്ടാളിയായിരുന്നു. എന്നാൽ ദേ ഇപ്പോൾ കണ്ണൻ ഈ അവസ്ഥയിലിരിക്കുന്നത് കൂട്ടാളിക്ക് മനസ്സിലായിട്ടുണ്ട്. ലാൽബായിയുടെ ആവശ്യം എന്തെന്നും ആ ഒരു കൂട്ടാളിക്ക് മനസ്സിലായി. എങ്ങനെയെങ്കിലും ഈ രണ്ട് പാവങ്ങളെയും രക്ഷിക്കണമെന്നും ആ ഒരു കൂട്ടാളി തീരുമാനിക്കുന്നു. മാലിക് മിക്കപ്പോഴും പ്രോസ്റ്റിറ്റ്യൂട്ടിനടുത്തേക്ക് പോകുമായിരുന്നല്ലോ. അങ്ങനെ മാലിക് ഒരു സ്ഥലത്തേക്ക് എത്തും. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീ മറ്റാരുമല്ല, മലർ തന്നെയായിരുന്നു. എന്നാൽ മലറിനടുത്ത് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുവാനായിട്ടല്ല മാലിക് വന്നത്. മലറിന്റെ മടിയിൽ കിടക്കുകയാണ് മാലിക്. എന്നിട്ട് കണ്ണടച്ചിട്ട്, അമ്മ എന്നോടൊന്ന് സംസാരിക്കമ്മ, എന്തിനാ എന്നെ വിട്ടുപോയത് എന്നൊക്കെ പറഞ്ഞ് മാലിക് പൊട്ടിക്കരയും. മലരിനെ ആ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നാക്കിയിരിക്കുന്നത് ലാൽബായും കൂട്ടരുമാണ്. അതും മാലികിനെ പിടികൂടുവാൻ വേണ്ടിയിട്ട്. അതേ സമയം തന്നെയായിരുന്നു ഈ ലാൽബായിയുടെ കൂട്ടാളിയാണെങ്കിൽ ലാൽബായിയോട് വന്നിട്ട് ആ ഒരു മലറിനെ എവിടെയാ വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴാണ് ഈ ലാൽബായി പറയുന്നത്, നീ എന്താ ഡബിൾ ഗെയിം കളിക്കുകയാണോ? നീ ആ കണ്ണന്റെ കൂട്ടാളിയാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുന്നു. എങ്ങനെയാണത് മനസ്സിലായതെന്ന് ഒരു ഫ്ലാഷ് ബാക്കിലൂടെയാണ് കാണിക്കുന്നത്. കണ്ണനെ കെട്ടിയിട്ടിരിക്കുന്നത് ലാൽബായിയുടെ കൂട്ടാളി കണ്ടിരുന്നല്ലോ. ലാൽബായും ആളുകളും പോയി കഴിഞ്ഞ ഉടനെ തന്നെ ലാൽബായിയുടെ ഈ ഒരു കൂട്ടാളി കണ്ണനടുത്തേക്ക് വന്നിട്ട്, എന്താടാ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നീ പേടിക്കണ്ട, നിന്റെ വൈഫ് എവിടെയുണ്ടെന്ന് ഞാൻ കണ്ടെത്തി തരാം, നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്താമെന്നും ആ ഒരു കൂട്ടാളി പറയുന്നതെല്ലാം ലാൽബായി കേട്ടിരുന്നു. ഇപ്പോൾ ലാൽബായി ആ ഒരു കൂട്ടാളിയോട് പറയുന്നത്, നീ എനിക്കിട്ട് പണി തരുവാനായി നോക്കിയതാണോ? ഇനി നീ ജീവിച്ചിരിക്കണ്ട എന്ന് പറഞ്ഞ് ലാൽബായി അയാളെ കൊന്നുകളയും. മറ്റൊരു വശത്ത് മലറിന്റെ മടിയിൽ കിടന്ന് കരയുകയാണല്ലോ മാലിക്. മാലിക്കിന് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചെന്നാൽ മാലിക്കിന്റെ അമ്മയും അതേ സ്ഥലത്തെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. അമ്മയുടെ പേര് ഫാത്തിമ. ഫാത്തിമ തന്റെ മകനായ അബു മാലിക്കിനടുത്തിരുന്ന് സമയം ചിലവഴിക്കുകയായിരുന്നു. തന്റെ മകനുമായിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ ഫാത്തിമയ്ക്ക് വളരെ വലുതായിരുന്നു. പ്രോസ്റ്റിറ്റ്യൂട്ട് ആയതിനാൽ ഫാത്തിമയ്ക്ക് അടുത്തേക്ക് ഒരു കസ്റ്റമർ വരും. എന്നാൽ മകനോട് സമയം ചിലവഴിക്കുന്നതിനാൽ തനിക്കിപ്പോൾ കസ്റ്റമറിനെ എടുക്കാൻ താല്പര്യമില്ല എന്ന് ഫാത്തിമ പറയും. എന്നാൽ വന്നതൊരു പോലീസുകാരനായിരുന്നു. അയാൾക്ക് ഫാത്തിമ അങ്ങനെ പറഞ്ഞത് ഒട്ടും ഇഷ്ടമായതേയില്ല. അതുകൊണ്ട് തന്നെ അകത്തേക്ക് വന്നിട്ട് ഫാത്തിമയെ ഒരുപാട് തല്ലുകയും അയാളുടെ തല്ലുകൊണ്ട് ഫാത്തിമ മരണപ്പെട്ടു പോവുകയും ചെയ്തു. അത് കാരണം ഇനി താൻ എങ്ങനെ ജീവിക്കും, എന്ത് ചെയ്യും എന്നറിയാതെ അബു മാലിക് ആണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഒരു ബീച്ചിൽ നിൽക്കുകയായിരുന്നു അബു മാലിക്. അപ്പോൾ അബു മാലിക്കിനടുത്തേക്ക് ഇതേ പോലീസുകാരൻ തന്നെ വരും. നീ അവളുടെ മോനല്ലേടാ എന്നൊക്കെ പറഞ്ഞ് അബു മാലിക്കിനെ പിടിച്ചുകൊണ്ടു പോവുകയാണ്. എന്നാൽ തന്റെ അമ്മയെ കൊന്നതിന്റെ ദേഷ്യം അബു മാലിക്കിന് ആ ഒരു പോലീസുകാരനോടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അബു മാലിക് ആ പോലീസുകാരനെ കൊന്നു കളഞ്ഞു. അതിനുശേഷമാണ് ഇത്രയും വലിയ റൌഡിയായി മാറിയതും. മലറിന്റെ മടിയിൽ കിടന്നുകൊണ്ടാണ് അമ്മയോട് പറയുന്നത് പോലെ ഇത്രയും കാര്യങ്ങളും അബു മാലിക് മലറിനോട് പറഞ്ഞത്. അബു മാലിക് പറയുന്നതെല്ലാം കേട്ട് മലറിന് വല്ലാതെ സങ്കടമായി. അതേസമയം തന്നെയായിരുന്നു അവിടെ വാതിലാരോ കൊട്ടുന്നതും. ഉടനെ തന്നെ നോർമലായിട്ട് പോയി അബു മാലിക് കതക് തുറക്കും. അപ്പോഴേക്കും ഒരാൾ അബു മാലിക്കിനെ കുത്തും. അത് മറ്റാരുമല്ല, കണ്ണനായിരുന്നു. എന്നിട്ട് ഉടനെ തന്നെ അബു മാലിക്കിന്റെ കാലിൽ വീണിട്ട്, എന്നെ ഒന്നും ചെയ്യരുത്, എന്നോട് ക്ഷമിക്കണം, എന്നോട് ദേഷ്യമൊന്നും തോന്നരുതേ, എന്റെ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് പറയുന്നു. അതേസമയം തന്നെ കരഞ്ഞുകൊണ്ട് മലർ അവിടേക്ക് ഓടിവരും. അപ്പോഴേക്കും ബായിയുടെ ആളുകളും അകത്തേക്ക് വന്നിരുന്നു. ബായി പറഞ്ഞിട്ടാണ് കണ്ണൻ അങ്ങനെ ചെയ്തതെന്നും അബു മാലിക്കിന് മനസ്സിലായി. ഇവർ രണ്ടുപേരും പാവങ്ങളാണെന്ന് അബു മാലിക്കിന് ഓൾറെഡി മനസ്സിലായല്ലോ. അതേസമയം തന്നെ ബായിയുടെ ആളുകൾ അവിടേക്ക് വന്നിട്ട് അബു മാലിക്കിനെ ഒരുപാട് ഉപദ്രവിക്കും. കണ്ണന്റെ കുത്തുകൊണ്ട് ഓൾറെഡി വീക്കായിരുന്ന അബു മാലിക് അടികൊണ്ട് വീണ്ടും വീക്കാകുന്നു. എന്നാൽ ഈ ബായിയുടെ മനസ്സിൽ അബു മാലിക്കിനെ കൊന്നു കളഞ്ഞിട്ട് കണ്ണനെയും മലറിനെയും തട്ടിക്കളയുക, അത് തന്നെയായിരുന്നു മനസ്സിൽ. എന്നിട്ട് അബു മാലിക്കിനെ കൊല്ലുവാനായി ശ്രമിക്കുന്ന സമയം തന്നെ മലറിനെയും അവർ പിടിച്ചു വെക്കുകയാണ്. മലറിനാണെങ്കിൽ സംസാരശേഷിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ തന്നെ രക്ഷിക്കണേ എന്നുള്ള രീതിയിൽ ദയനീയമായിട്ട് അവൾ എല്ലാവരെയും നോക്കുന്നത് അബു മാലിക് കാണുന്നുണ്ടായിരുന്നു. അബു മാലിക്കിനെയും അവൾ ദയനീയമായി രക്ഷിക്കണേ എന്നുള്ള രീതിയിൽ നോക്കും. അത് കാണുമ്പോൾ തന്റെ അമ്മ തന്നെ രക്ഷിക്കണേ എന്ന് പറയുന്നത് പോലെ അബു മാലിക്കിന് തോന്നുന്നു. ഉടനെ തന്നെ എവിടെ നിന്നോ ശക്തി വന്ന അബു മാലിക് എഴുന്നേറ്റ് എല്ലാവരെയും അടിക്കും. അങ്ങനെ ഓരോരുത്തരെയായിട്ടും അബു മാലിക് കൊന്നുകളയും. അവസാനം ഒരുപാട് വീക്കായ അബു മാലിക് കുഴഞ്ഞു വീഴുകയാണ്. അതും മലറിന്റെ മടിയിലാണ് അബു മാലിക് വീണ് കിടക്കുന്നതും. മലറിന്റെ മടിയിൽ കിടക്കുന്ന സമയത്ത് അബുവിന് മലറിനെ കാണുമ്പോൾ അമ്മയെ പോലെ തോന്നും. അപ്പോൾ അബു അമ്മയോട് പറയും, അമ്മ അവസാനമായിട്ട് എന്നെ ഒന്ന് അബു എന്ന് വിളിക്കുമോ? അപ്പോൾ അമ്മ അവനെ അബു എന്ന് വിളിക്കും. അതോടുകൂടി മലറിന്റെ മടിയിൽ കിടന്ന് അബു മാലിക് മരണപ്പെടുന്നു. തന്റെ അമ്മയെ താൻ രക്ഷിച്ചു എന്ന മനസമാധാനത്തോടു കൂടിയാണ് അബു മാലിക് മരണപ്പെടുന്നതും. അതെല്ലാം കണ്ട് കണ്ണനും മലരും അവിടെ ഇരുന്ന് പൊട്ടിക്കരയും. ടിടിആറിനോട് ഈ കഥകളെല്ലാം പറഞ്ഞത് കണ്ണനും മലരും തന്നെയായിരുന്നു. ആ കഥകളെല്ലാം കേട്ട് അബിക്കും വല്ലാതെ സങ്കടമായി. ഇതുപോലെ വേറെയും കഥകൾ കേട്ടിട്ടുണ്ടോ എന്ന് അബി ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്തൊരു കഥ പറയുന്നു.
പിന്നീട് കാണിക്കുന്നത് രായപ്പൻ എന്നും കുളന്ത എന്നും പേരുള്ള രണ്ടു പേരെയാണ്. വയലിലിരുന്ന് കരയുകയായിരുന്നു കുളന്തെ. ഈ രായപ്പനാണെങ്കിൽ കുളന്തയ്ക്ക് അടുത്തേക്ക് വരും. രായപ്പന് കുളന്തയെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. എന്നാൽ ഈ കുളന്തയ്ക്കാണെങ്കിൽ അച്ഛനും അമ്മയും ആരുമില്ല. ഒരു വീട്ടിലാണ് ജോലിക്ക് നിന്ന് അവിടെ തന്നെയാണ് വളരുന്നതും. എന്നാൽ വിശപ്പ് കാരണം കുളന്തയെ അവിടെ നിന്നും പാല് കട്ടു കുടിച്ചിരുന്നു. അതാ വീട്ടുകാർ കണ്ടത് കാരണം കുളന്തയെ എല്ലാവരുടെയും മുന്നിലിട്ട് ഒരുപാട് ഉപദ്രവിക്കും. ആ ഒരു സങ്കടം സഹിക്കാനാകാതെയാണ് കുളന്തയെ ഇപ്പോൾ വയലിൽ വന്നിരുന്ന് കരയുന്നതും. അവൾക്ക് കഴിക്കാനുള്ള ആഹാരവുമായിട്ട് രായപ്പൻ എത്തിയപ്പോഴാണ് കുളന്തയെ നേരിട്ട പ്രശ്നങ്ങളെല്ലാം രായപ്പൻ അറിയുന്നതും. രായപ്പന് കുളന്തയെ മുൻപേ തന്നെ ഇഷ്ടമായതുകൊണ്ട് രായപ്പൻ കുളന്തയോട് പറയും, നമുക്ക് രണ്ടുപേർക്കും വിവാഹം കഴിക്കാം, ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കാമെന്നും കുളന്തയോട് പറയുന്നു. അതെല്ലാം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. രായപ്പനും കുളന്തയും ദേ ഇപ്പോൾ വയസ്സായിരിക്കുകയാണ്. ഇവർക്ക് 2 ആൺമക്കളുണ്ട്. ആൺമക്കള് വിവാഹമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വിദേശത്ത് സെറ്റിലാണ്. അച്ഛനും അമ്മയും മാത്രമാണ് കുടുംബ വീട്ടിലുള്ളതും. അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടുള്ള കാശെല്ലാം 2 മക്കളും അയച്ചു കൊടുക്കും. ഇപ്പോൾ ദേ അമ്മയ്ക്ക് നന്നായിട്ട് വിശക്കുന്നു. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, വിശക്കുന്ന സമയത്ത് ഡാൻസ് കളിച്ചാൽ വിശപ്പ് മാറുമെന്നല്ലേ, എങ്കിൽ വാ നമുക്ക് ഡാൻസ് കളിക്കാമെന്നും അച്ഛനോട് പറഞ്ഞിട്ട് 2 പേരും അവിടെ നിന്ന് ഡാൻസ് കളിക്കും. ഡാൻസ് കളിച്ചാൽ വിശപ്പ് മാറുമോ? ഇല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് വിശക്കുന്നു, എവിടെയെങ്കിലും പോയിട്ട് ആഹാരം വല്ലതും വാങ്ങിക്കൊണ്ട് വരുമോ എന്നും അച്ഛനോട് അമ്മ ചോദിക്കും. അങ്ങനെ അച്ഛനാണെങ്കിൽ ഞാൻ ദേ വരുന്നു എന്ന് പറഞ്ഞിട്ട് നേരെ പോസ്റ്റ് ഓഫീസിലേക്ക് പോകും. എല്ലാ മാസവും ആദ്യം മക്കളാണെങ്കിൽ മണി ഓർഡർ അയച്ചു കൊടുക്കും. കാശ് വന്നോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ പോസ്റ്റ് ഓഫീസിലേക്ക് പോകുന്നതും. പോസ്റ്റ് ഓഫീസിൽ എത്തുന്ന സമയത്താണ് മണി ഓർഡർ വന്നിട്ടില്ല എന്നുള്ള കാര്യം അച്ഛൻ അറിയുന്നതും. അച്ഛൻ ഉടനെ തന്നെ തന്റെ മൂത്ത മകനെ വിളിക്കും. എന്നാൽ അപ്പോഴേക്കും കോള് പോകുന്നതേയില്ല. രണ്ടാമത്തെ മകനെ വിളിച്ച് കാര്യം പറയുന്ന സമയത്ത്, എന്തിനാ എപ്പോഴും കാശ് ചോദിക്കുന്നത്, ഈ മാസം ചേട്ടനല്ലേ അയക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് മകൻ അച്ഛനെ വഴക്ക് പറയും. മകൻ വഴക്ക് പറയുന്നതെല്ലാം ഫോണിലൂടെ ആ ഒരു പോസ്റ്റ്മാൻ ആണെങ്കിൽ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. കോള് കട്ടായതും അച്ഛനോട് പറയും, മകൻ വഴക്ക് പറഞ്ഞില്ലേ, എങ്കിലൊരു കാര്യം ചെയ്, എന്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്, നിങ്ങൾ എടുത്തോ, നിങ്ങൾ ആവശ്യം കഴിഞ്ഞിട്ട് കാശ് കിട്ടുന്ന സമയത്ത് എനിക്ക് തിരിച്ചു തന്നാൽ മതി എന്നും പോസ്റ്റ്മാൻ പറയും. എന്നാൽ അച്ഛൻ പറയുന്നത്, അയ്യോ അതൊന്നും വേണ്ട, എന്റെ മൂത്ത മകൻ കാശ് അയക്കും, അത് മതിയാകും ഞങ്ങൾക്കെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്ന് പോകുന്നു. എന്നാൽ മറ്റൊരു വശത്ത് വിശന്ന് വലഞ്ഞിരിക്കുകയായിരുന്നു അമ്മ. അമ്മയ്ക്കടുത്തേക്ക് ഒരു കൊച്ചുകുട്ടി 2 ബന്നുമായിട്ട് വരും. വാ നമുക്കിത് കഴിക്കാമെന്നും കുട്ടി പറയുമ്പോൾ, ഇത് ഞങ്ങൾക്കാണോ എന്നും ആ ഒരു അമ്മ ചോദിക്കുന്നു. അതെ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാണെങ്കിൽ ഒരു ബന്ന് അമ്മയ്ക്ക് നേരെ വെച്ച് നീട്ടും. അപ്പോൾ അമ്മ പറയുന്നത്, നമുക്കിത് മുത്തശ്ശനും കൂടി വന്നിട്ട് കഴിക്കാമെന്നും ആ അമ്മ പറയുന്നു. എന്നിട്ട് അച്ഛന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് 2 പേരും. മറ്റൊരു വശത്ത് വല്ലാതെ തളർന്ന് ഒരു സ്ഥലത്തിരിക്കുകയായിരുന്നു അച്ഛൻ. അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവിനെയും അച്ഛൻ കാണും. കൃഷി ചെയ്യുകയായിരുന്നു ആ ഒരു ഭാര്യയും ഭർത്താവും. അപ്പോൾ അച്ഛന് അവരുടെ തന്നെ പഴയ കാലങ്ങളാണ് ഓർമ്മ വരുന്നത്. ഈ അച്ഛന്റെയും അമ്മയുടെയും വിവാഹം കഴിഞ്ഞുള്ള കാലഘട്ടമാണ് കാണിക്കുന്നത്. അച്ഛന്റെ പേര് രായപ്പൻ എന്നാണല്ലോ. രായപ്പനാണെങ്കിൽ വയലിൽ നിന്ന് ജോലി ചെയ്യുന്ന സമയം തന്റെ കയ്യിൽ ഒരു കുഞ്ഞും വയറ്റിലൊരു കുഞ്ഞുമായിട്ട് കുളന്ത അവിടേക്ക് ചെല്ലും. കുളന്തയും വല്ലാതെ തളർന്നിരുന്നു. കുളന്ത രായപ്പനോട് ചോദിക്കും, 5 പേർ ചെയ്യേണ്ട ജോലിയാണല്ലോ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നത്, അതെന്തിനാ എന്നൊക്കെ കുളന്ത ചോദിക്കുന്ന സമയത്ത് രായപ്പൻ പറയുന്നത്, ഇപ്പോൾ തന്നെ നമ്മുടെ മകൻ വലുതായി വരിക, ദേ വയറ്റിലൊരു കുഞ്ഞും, അതിനെ കൂടി നമുക്ക് വളർത്തണ്ടേ, അപ്പോൾ ഞാൻ ഇത്രയും ജോലി ചെയ്തല്ലേ പറ്റൂ എന്നും രായപ്പൻ പറയും. അതെല്ലാം കഴിഞ്ഞ് പ്രസന്റ് ആണ് കാണിക്കുന്നത്. അച്ഛനാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു വരുന്ന സമയത്ത് കുറച്ചുപേർ അവിടെ നിന്ന് ചാക്കൊക്കെ ചുമക്കുന്നത് കാണുന്നു. മുതലാളിക്ക് അടുത്തേക്ക് ചെന്നിട്ട് അച്ഛൻ, ഞാനും കൂടി ഇത് ചുമന്നോട്ടെ, എനിക്ക് കാശ് തന്നാൽ മതി എന്നും അച്ഛൻ പറയും. എന്നാൽ മുതലാളി പറയുന്നത്, താത്ത നിങ്ങളെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ, അല്ല ഇത് പഴയ കാലത്തെ ശരീരമാ, എന്നെ കൊണ്ട് പറ്റുമെന്നും അച്ഛൻ പറയുന്നു. എന്നിട്ട് അച്ഛൻ ഓരോ ചുമടുകളായിട്ട് എടുക്കുവാനായി തുടങ്ങി. ഇതെല്ലാം കാണുന്ന ബാക്കിയുള്ള ജോലിക്കാർക്ക് അച്ഛനെ കണ്ടിട്ട് വല്ലാതെ സഹതാപം തോന്നും. അതേ സമയമായിരുന്നു മൂത്ത മകനും മരുമകളും അതുവഴി കാറിൽ വരുന്നതും. അച്ഛൻ ഇങ്ങനെ ചുമടെടുക്കുന്നത് കണ്ട് മരുമകൾക്ക് വല്ലാതെ ദേഷ്യം വരും. നിങ്ങളുടെ അച്ഛൻ ഞങ്ങളെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭാര്യ വല്ലാതെ ദേഷ്യപ്പെട്ടു. അത് കാരണം മകൻ ഉടനെ തന്നെ അച്ഛനെ വിളിച്ചിട്ട്, ദേ ഞാൻ പറയുന്ന സമയത്ത് ഇപ്പോൾ തന്നെ വീട്ടിലെത്തിയേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് വണ്ടിയും എടുത്തു പോകുന്നു. മകൻ പറഞ്ഞ സമയത്ത് വീട്ടിലെത്തണമല്ലോ, അതിനു വേണ്ടിയിട്ട് വണ്ടിയുടെ പിന്നാലെ അച്ഛൻ ഓടുന്നു. വയസ്സായ ആളല്ലേ, പാവം എത്ര കഷ്ടപ്പെട്ട് കാണും. അതേ സമയത്തായിരുന്നു മകനും മരുമകളും വീട്ടിലേക്ക് എത്തുന്നതും. അപ്പോഴേക്കും അമ്മയും ആ ഒരു കൊച്ചു പയ്യനും കൂടി ബന്ന് കഴിക്കുവാനായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. അച്ഛൻ വന്നാലല്ലേ കഴിക്കാൻ പറ്റൂ. മരുമകൾ ആ ബന്ന് കണ്ടുകൊണ്ട് വന്നതും, ബന്നൊക്കെയാണോ കഴിക്കുന്നത് എന്ന് പറഞ്ഞ് ആ ഒരു ബന്ന് കാലുകൊണ്ട് ചവിട്ടി ദൂരേക്കെറിയും. അത് കാണുന്നതും അമ്മയ്ക്ക് വല്ലാതെ സങ്കടം വരുന്നു. എന്നിട്ട് മകനും മരുമകളും ചേർന്ന് അമ്മയെ ഒരുപാട് വഴക്ക് പറയും. അതേ സമയത്തായിരുന്നു ഓടി തളർന്ന് അച്ഛൻ വീട്ടിലേക്ക് വരുന്നതും. അച്ഛന്റെ അവസ്ഥ കണ്ടതും എന്തു പറ്റിയെന്ന് അമ്മ ചോദിക്കും. നടന്ന കാര്യങ്ങളെല്ലാം അച്ഛൻ അമ്മയോട് തുറന്നു പറഞ്ഞു. അത് കേട്ടതും അമ്മ പൊട്ടിക്കരയുകയാണ് ചെയ്തത്.
വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇവർ രണ്ടുപേരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. രണ്ടു മക്കളെയും നല്ല രീതിക്ക് വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഓരോ രൂപയും ഉറുമ്പ് അരിമണി ശേഖരിക്കും പോലെയാണ് ഇവർ രണ്ടുപേരും കാശ് ശേഖരിച്ച് മക്കളെ ഇത്രയും വലിയ നിലയ്ക്ക് വളർത്തിയെടുത്തതും. എന്നിട്ട് ദേ ഇപ്പോൾ ആ മക്കൾ അച്ഛനെയും അമ്മയും തിരിഞ്ഞു പോലും നോക്കുന്നതേയില്ല. അച്ഛനും അമ്മയും ആഹാരം കഴിച്ചു എന്ന് പോലും അവർ തിരക്കുന്നതേയില്ല. അവരയക്കുന്ന കാശെല്ലാം എവിടെ പോകുന്നു എന്ന് മകൻ ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നത് അമ്മയ്ക്ക് ഒട്ടും സുഖമില്ല, അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് കാശ് മുഴുവൻ ചിലവായതെന്നും അച്ഛൻ വളരെ സങ്കടത്തോടു കൂടി പറയുന്നു. പക്ഷെ അതൊന്നും കേൾക്കുവാനായിട്ടോ അമ്മയ്ക്ക് എന്ത് അസുഖമാണെന്നോ മകൻ തിരക്കുന്നത് പോലുമില്ല. അതേസമയം തന്നെയായിരുന്നു കൊച്ചുമകൾ തന്റെ മുത്തശ്ശിക്ക് അടുത്തേക്ക് വരുന്നതും. കൊച്ചുമകളുടെ കയ്യില് എന്തോ പലഹാരമുണ്ടായിരുന്നു. അത് മുത്തശ്ശിക്ക് കൊടുക്കുകയും ചെയ്യും. മുത്തശ്ശി കൊച്ചുമകളെ കൊഞ്ചിക്കുന്നത് കണ്ട് മരുമകൾ അവിടേക്ക് വന്നിട്ട് ആ ഒരു കുഞ്ഞിനെ തന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് അമ്മയെ ഒരുപാട് വഴക്ക് പറയും. എന്റെ മകളെ എന്തിനാ നിങ്ങൾ തൊട്ടത്? ഓ, ഇനി നിങ്ങളുടെ അസുഖം എന്റെ മകൾക്ക് കൂടി വരുവാനായിട്ടായിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞിട്ടാണ് കുഞ്ഞിനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടു പോകുന്നതും. അതെല്ലാം കാരണം അമ്മയ്ക്ക് ഒരുപാട് സങ്കടമായി. അന്നേ ദിവസം രാത്രി മകന്റെ ഭാര്യയാണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് ഉറങ്ങുവാനായി കിടക്കും. അപ്പോൾ മകൻ അടുത്തേക്ക് ചെന്നിട്ട് ഇന്നിവിടെ ഒന്നും ഉണ്ടാക്കിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ആഹാരം ഉണ്ടാക്കി കൊടുക്കാനല്ലേ ഞാൻ ഇവിടേക്ക് വന്ന് കിടക്കുന്നത്, വരുന്ന വഴിയിൽ കഴിച്ചതാണല്ലോ, അതും വെച്ച് കിടന്നുറങ്ങിയാൽ മതി എന്നും ഭാര്യ പറഞ്ഞിട്ട് കിടന്നുറങ്ങുന്നു. അച്ഛനും അമ്മയും വല്ലതും കഴിച്ചു കാണുമോ എന്ന് ചിന്തിച്ച് ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് അമ്മയോട് വന്നിട്ട് വല്ലതും കഴിച്ചുവെന്ന് ദേഷ്യത്തോടു കൂടി ചോദിക്കും. കഴിച്ചുവെന്ന് അമ്മ കള്ളം പറയുന്നു. മകനാണെങ്കിൽ ഉറങ്ങുവാനായും പോയി. അന്നേ ദിവസം രാത്രി അച്ഛനും അമ്മയും ഒന്നും കഴിക്കാതെയാണ് കിടന്നുറങ്ങുന്നത് പോലും. ആ അമ്മ വല്ലാത്ത മനസ്സ് വേദനയോടു കൂടിയാണ് അന്ന് ഉറങ്ങുവാനായി കിടന്നതും. രണ്ടു മക്കളെയും കുറിച്ച് അച്ഛനും അമ്മയും ചിന്തിക്കും. മക്കളെ അവർ അത്രയും കഷ്ടപ്പെട്ടാണ് വളർത്തിയതും. ഒരു രൂപ പോലും അവരുടെ ആവശ്യത്തിന് പോലും അവർ എടുത്തിട്ടില്ല. അത്രയും നന്നായിട്ടാണ് അവർ മക്കളെ വളർത്തിയത്. എന്നിട്ട് ആ മക്കൾ ഇപ്പോൾ അവരോട് കാണിക്കുന്നതോർത്താണ് രണ്ടുപേരും സങ്കടപ്പെടുന്നതും. ഓരോന്ന് ആലോചിച്ച് കിടന്ന അമ്മ അച്ഛനോട് പറയും, ഞാനങ്ങനെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഭൂമിയിൽ ഒറ്റയ്ക്കാണല്ലേ, ഞാൻ ഒരിക്കലും നിങ്ങളെ ഒറ്റയ്ക്കാക്കില്ലെന്നും ഭാര്യ പറയുന്നു. അതെല്ലാം കേട്ട് ഭാര്യയോട് ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് തന്റെ ഭാര്യ മരണപ്പെട്ടു പോയ കാര്യം ആ അച്ഛൻ അറിയുന്നതും. അത് അച്ഛന് താങ്ങാനായും പറ്റിയില്ല. അച്ഛൻ അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ്. പിന്നീട് അടുത്ത ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. മരണമറിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് എത്തുന്നുണ്ട്. മൂത്ത മകനാണെങ്കിൽ അവിടെ വലിയ സങ്കടമൊന്നുമില്ലാതെ നിൽക്കുകയാണ്. അതേസമയം മൂത്ത മകനെ ഇളയ മകൻ ഫോൺ വിളിക്കും. ചേട്ടാ, എനിക്ക് എന്തായാലും വരാനായി പറ്റത്തില്ല. ഞാൻ മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് കാശ് അയച്ചു തരാം. പിന്നെ അവിടെ ചടങ്ങ് നടക്കുന്നതില്ല, എനിക്ക് വീഡിയോ എടുത്ത് അയച്ചു തരണേ എന്നും ചേട്ടനോട് അനുജൻ പറയുന്നു. അപ്പോഴാണ് നമ്മളെ ഒരു കാര്യം കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ അമ്മ മാത്രമല്ല മരിച്ചത്, ആ അച്ഛനും മരിച്ചിട്ടുണ്ട്. അച്ഛനും അമ്മയും മരിച്ചു കറിഞ്ഞ് ആ ഇളയ മകനാണെങ്കിൽ പൊട്ടിക്കരയും. മാത്രമല്ല അവർക്ക് ബന്നൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്ന ആ കൊച്ചു പയ്യനും അച്ഛനെയും അമ്മയും നോക്കി ഒരുപാട് കരയുന്നുണ്ട്. അതേസമയം ഇവർ രണ്ടുപേരും വിവാഹം കഴിക്കുന്ന സമയത്ത് സംസാരിച്ചൊരു കാര്യമാണ് കാണിക്കുന്നത്. കുളന്തേ, നീ എന്നെ ഒരിക്കലും വിട്ടിട്ട് പോകില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ കുളന്ത പറയുന്നത്, ഒരിക്കലും വിട്ടിട്ട് പോകില്ല, ഞാൻ എവിടെ പോയാലും നിങ്ങളെയും കൂട്ടിക്കൊണ്ടേ പോകൂ എന്നും കുളന്തൈ തന്റെ ഭർത്താവിന് വാക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെയാണ് ദേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതും. തന്റെ ഭാര്യ മരിച്ചു തറിഞ്ഞ് ഭർത്താവിനത് താങ്ങാൻ പറ്റാതെ ചങ്ക് പൊട്ടിയാണ് ഭർത്താവ് മരണപ്പെട്ടതും. അങ്ങനെ അവർ വാക്ക് പറഞ്ഞതുപോലെ തന്നെ രണ്ടുപേരും ഒരുമിച്ച് ഭൂമി വിട്ടു പോയിരിക്കുന്നു. ആ കഥ അവിടെ അവസാനിക്കുകയാണ്. TTR പറഞ്ഞ കഥ കേട്ട് അബിക്ക് വല്ലാത്ത സങ്കടമായി അവൾ മാറി നിന്ന് കരയുകയാണ്. അപ്പോൾ അവൾ അമ്മയെക്കുറിച്ച് ചിന്തിക്കും. അമ്മയോട് അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു. അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് സ്നേഹത്തോടെ തന്നെയല്ലേ എന്നെ വളർത്തിയത് എന്നൊക്കെ അബി ചിന്തിക്കും. മറ്റൊരു വശത്ത് അമ്മയെ കാണിക്കുകയാണ്. അബിയെ തല്ലാൻ പാടില്ലായിരുന്നു എന്നൊക്കെ അമ്മയും ചിന്തിച്ച് അബിയെ ഓർത്ത് സങ്കടപ്പെടുകയാണ്. TTR പറഞ്ഞ കഥകളെല്ലാം കേട്ട് അമ്മയെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്ന അബിക്കടുത്തേക്ക് TTR വരും. എന്നിട്ട് TTR പറയുന്നത്, കഥകളെല്ലാം കേട്ടാണല്ലേ നീ സങ്കടപ്പെട്ട് നിൽക്കുന്നത്. ഇതേ കഥകൾ അന്ന് കേട്ട സമയത്ത് എനിക്കും ഇതുപോലെ തന്നെയായിരുന്നു ഫീൽ ചെയ്തിരുന്നത്. എന്നിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, അതേ മാറ്റങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിനക്കും വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം TTR അബിയോട് പറയും. TTR പറയുന്നത് കേട്ട് അബിയാണെങ്കിൽ ഇനി അടുത്ത കഥ പറയുവാനായിട്ടും TTRനോട് പറഞ്ഞു. അങ്ങനെ TTR അടുത്ത കഥ പറയുവാനായും ആരംഭിച്ചു. മീൻ പിടിക്കുവാനായിട്ട് പോകുന്ന മുക്കുവരെ കടലിന്റെ അതിർത്തി കഴിഞ്ഞാൽ അവരെ വെടിവെച്ച് കൊല്ലുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെ കടലിലേക്ക് പോയ ഒരു 4-5 പേരെ വെടിവെച്ച് കൊന്നു. തിരികെ വന്നത് അവരുടെ ഡെഡ് ബോഡി മാത്രമായിരുന്നു. അത് കാരണം അവരുടെ ഭാര്യമാരൊക്കെ കരയിലിരുന്ന് ഒരുപാട് കരയും. അതിലൊരമ്മ തന്റെ മകനെയും കെട്ടിപ്പിടിച്ചിരുന്ന് കരയുകയാണ്. മകന്റെ പേരാണ് അതിയൻ. അമ്മയാണെങ്കിൽ ഇനി എന്തെങ്കിലും ജോലി ചെയ്തിട്ടായാലും തന്റെ മകനെ നന്നായി വളർത്തണമെന്നും ഒരു തീരുമാനമെടുത്തു. അങ്ങനെ കുറെ വർഷങ്ങൾക്ക് കഴിഞ്ഞ് അതിയൻ വളർന്ന് വലുതായിരിക്കുകയാണ്. കോളേജിലെ പഠനമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന അതിയന് ഒരു കൂട്ടുകാരനുണ്ട്. അവന്റെ പേരാണ് കണ്ണൻ. ഒരു ദിവസം ആഹാരം കഴിക്കുവാനായിട്ട് കണ്ണനും അതിയനും വന്നിരിക്കുന്ന സമയത്തായിരുന്നു അമ്മ കുഴഞ്ഞു വീഴുന്നതും. ഹോസ്പിറ്റലിൽ കൊണ്ട് ചെല്ലുന്ന സമയത്ത് അമ്മയ്ക്ക് ഒരു മാറാ രോഗമുണ്ടെന്നുള്ള കാര്യവും അറിയുന്നു. അതെങ്ങനെ ചികിത്സിച്ച് നേരെയാക്കും
നേരെയാകുമെന്ന് ഡോക്ടറിനോട് ചോദിക്കുന്ന സമയത്ത് ഒരു 10 ലക്ഷം രൂപ വേണം, ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ നേരെയാകുമെന്നും ഡോക്ടർ പറയുന്നു. അമ്മ ഇത്രയും നാളും അത് മറച്ചു വെച്ചതുകൊണ്ട് അതിയൻ അമ്മയോട് വല്ലാതെ ദേഷ്യപ്പെടും. ഈ 10 ലക്ഷം രൂപ എങ്ങനെ ഉണ്ടാകുമെന്ന ടെൻഷൻ നടക്കുകയായിരുന്നു അതിയൻ. അതെല്ലാം കൂട്ടുകാരനായ കണ്ണൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തിനാടാ നീ ഇങ്ങനെ സങ്കടപ്പെട്ട് നടക്കുന്നതെന്ന് കണ്ണൻ അതിയനോട് ചോദിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ടെന്നുള്ള കാര്യം കണ്ണനോട് അതിയൻ തുറന്നു പറഞ്ഞു. ഇതിനാണോടാ നീ എന്നോട് മറച്ചു വെച്ചത്? നിന്റെ അമ്മ എന്റെ അമ്മയല്ലേടാ, ഒരുപാട് ചോറ് എനിക്കും അമ്മ വാരി തന്നിട്ടുള്ളതല്ലേടാ എന്നൊക്കെ പറഞ്ഞ് കണ്ണനാണെങ്കിൽ അതിയനെ കെട്ടിപ്പിടിച്ച് കരയും. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അതിയന്റെ അച്ഛൻ മരിച്ച ദിവസം. അമ്മയാണെങ്കിൽ അതിയനെയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സമയം. എന്നാൽ അവിടെ ഒരു പേരുകെട്ടൊരു ഗുണ്ടയുണ്ടായിരുന്നു. അയാളുടെ പേരാണ് മഹി. ഈ മഹിക്കാണെങ്കിൽ അതിയന്റെ അമ്മയെ ഒരു നോട്ടമുണ്ട്. എങ്ങനെയെങ്കിലും അവരെ തന്റെ ബെഡിൽ വരുത്തണം, അത് തന്നെയാണ് മഹിയുടെ ചിന്ത. മരണസ്ഥലത്തേക്ക് MLA വരുന്നു. മഹി അവിടെ നിൽക്കുന്നതെല്ലാം MLA ശ്രദ്ധിക്കുന്നുണ്ട്. പേര് കേട്ട ഗുണ്ടയാണല്ലോ ഈ മഹി. മീഡിയക്കാർ ഓരോ ചോദ്യം ചോദിക്കുന്നത് കാരണം അതിനെ ഭയന്ന് MLA ഉടനെ തന്നെ കാറിലേക്കും കയറും. എന്നിട്ട് തന്റെ കൂടെയുള്ള അസിസ്റ്റന്റിനോട് പറയും, ആ നിൽക്കുന്നത് ആരാ? അപ്പോൾ അസിസ്റ്റന്റ് പറയും, അതിവിടുത്തെ പേര് കേട്ട ഗുണ്ടയാ മഹി. അപ്പോൾ MLA പറയും, എങ്കിലൊരു കാര്യം ചെയ്, അവനെ നമ്മളോടൊപ്പം നിർത്ത്, അവന് വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാമെന്നും MLA പറയുന്നു. അങ്ങനെ ആ ഒരു കാര്യം അസിസ്റ്റന്റ് മഹിയോട് പറഞ്ഞു. ഉടനെ തന്നെ മഹിയാണെങ്കിൽ MLA കാണുവാനായും എത്തി. MLA ആവശ്യപ്പെട്ടത് ഒരാളുടെ ഫോട്ടോ കൊടുത്തിട്ട് അയാളെ കൊന്നുകളയണമെന്നായിരുന്നു. അതനുസരിച്ച് മഹി അയാൾ പറഞ്ഞ കാര്യവും ചെയ്തു. പിന്നീട് അങ്ങോട്ട് MLAക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യം ചെയ്യുന്ന ഒരു പേര് കേട്ട കൊട്ടേഷൻ ഗ്യാങ്ങിന്റെ തലവനായിട്ട് തന്നെ മഹി മാറി. എന്നാലും ഈ മഹിക്ക് അതിയന്റെ അമ്മയെ നല്ല നോട്ടമുണ്ടായിരുന്നു. അതിയന്റെ അമ്മയാണെങ്കിൽ അതിയന് പാല് കൊടുക്കുന്ന സമയമെല്ലാം അവിടെ ഒളിച്ചു നിന്ന് മഹി നോക്കും. അത് ശ്രദ്ധിക്കുന്ന അമ്മ, ആരാ അവിടെ, നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മഹി അകത്തേക്ക് കയറി ചെന്നിട്ട്, ഒരു കാര്യം ചെയ്, നീ എന്നെ കല്യാണം കഴിക്കേ, നിന്നെ ഞാൻ എന്റെ ഭാര്യയായിട്ട് എന്റെ വീട്ടിൽ കൊണ്ടിട്ടോളാമെന്നും മഹി അമ്മയോട് പറയും. അത് കേട്ട അമ്മയ്ക്ക് വല്ലാതെ ദേഷ്യം വരും. അമ്മ അവിടെ നിന്ന് മഹിയെ ആട്ടി പുറത്താക്കുകയാണ് ചെയ്തത്. എന്നാലും മഹിയുടെ മനസ്സിൽ അതിയന്റെ അമ്മയോടുള്ള ആഗ്രഹത്തിന് ഒരു കുറവുമില്ലായിരുന്നു. അങ്ങനെ അതിയൻ വളർന്ന് ഏകദേശം ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്നയൊക്കെ സമയം. അതിയൻ ഒരിക്കൽ സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്ത് വഴിയിൽ വെച്ച് മഹിയെ കാണും. മഹി അതിയനെ പിടിച്ചു നിർത്തിയിട്ട്, നീ എന്തിനാടാ പഠിക്കാൻ പോകുന്നത്? പഠിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, നീ എന്നോടൊപ്പം വാ, എന്നോടൊപ്പം ചേർന്ന് നിനക്ക് വലിയ ആളാകാമെന്ന് അതിയനോട് പറയുന്നു. എന്നാൽ അതിയൻ പറയുന്നത്, എനിക്കതിനൊന്നും താല്പര്യമില്ല, എനിക്ക് പഠിച്ച് നല്ലൊരു കളക്ടർ ആകണമെന്നും അതിയൻ പറയുന്നു. അതിയനെ കളിയാക്കിയിട്ടാണ് മഹി അവിടെ നിന്ന് പറഞ്ഞു വിടുന്നതും. ആ കാര്യങ്ങളെല്ലാം അമ്മയോട് വന്ന് പറയുന്ന സമയത്ത് അമ്മ പറയുന്നത്, നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, നന്നായിട്ട് പഠിച്ച് നീ ഒരു കളക്ടർ ആകണമെന്നും അമ്മ പറയുന്നു. അങ്ങനെ ഇപ്പോൾ പ്രസന്റ് ആണ് കാണിക്കുന്നത്. മഹി ഇപ്പോൾ കല്യാണമൊക്കെ കഴിച്ച് അത്യാവശ്യം കാശൊക്കെ ആയിട്ട് നല്ല രീതിക്കാണ് ജീവിക്കുന്നതും. പലിശയ്ക്കൊക്കെ കാശ് കൊടുക്കുന്നുണ്ട്. അതറിഞ്ഞ് അതിയനെയും കൂട്ടി കണ്ണൻ മഹിയുടെ വീട്ടിലേക്ക് ചെന്നു. തന്റെ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് 10 ലക്ഷം രൂപയാകും, കാശ് തരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് മഹിയാണെങ്കിൽ അവരെ വല്ലാതെ കളിയാക്കിയാണ് സംസാരിക്കുന്നതും. ഓഹോ, നിന്റെ അമ്മ ചാവാറായി കിടക്കുകയാണോ? അവളെ ഞാൻ ആദ്യം കല്യാണം കഴിക്കാനായിട്ട് ചോദിച്ച സമയത്ത് അവൾ എന്താ എന്നോട് കാണിച്ചത്? അന്ന് എന്നെ കെട്ടിയിരുന്നെങ്കിൽ ദേ ഇപ്പോൾ ഇവിടെ മഹാറാണിയായിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞ് അമ്മയെ വളരെ മോശമായിട്ട് മഹി പറയും. അത് കേൾക്കുന്നതും അതിയന് വല്ലാതെ ദേഷ്യം വരുന്നു. അതിയൻ ഉടനെ തന്നെ മഹിയെ തല്ലും. മഹിയുടെ കൂട്ടാളികളാണല്ലോ അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മഹിയുടെ കൂട്ടാളികൾ എല്ലാവരും ചേർന്ന് അതിയനെയും തല്ലും. ഒടുവിൽ കണ്ണനാണ് എങ്ങനെയെങ്കിലും അതിയനെയും രക്ഷിച്ച് അവിടെ നിന്ന് പോകുന്നതും. അടുത്ത ദിവസം രാവിലെ ഒരു സ്ഥലത്ത് കിടന്നുറങ്ങുന്ന അതിയനടുത്തേക്ക് എത്തിയ കണ്ണനാണെങ്കിൽ അവനെ തട്ടി ഉണർത്തിയിട്ട് ഒരു കാര്യം അവനോട് പറയുന്നു. മഹിയുടെ ആള് എന്നോട് വന്നൊരു കാര്യം പറഞ്ഞു. മഹി പറയുന്ന ഒരു കാര്യം നീ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് 10 ലക്ഷം രൂപ തരാമെന്ന മഹി പറയുന്നത് എന്നുള്ള കാര്യം കണ്ണൻ പറയും. മഹി എന്ത് കാര്യമാണോ പറയുന്നത്, അത് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിക്കുകയായിരുന്നു അതിയൻ. ഒടുവിൽ അമ്മയുടെ ഓപ്പറേഷൻ നടത്തണ്ടേ, അതുകൊണ്ട് എന്ത് കാര്യമാണോ മഹി പറയുന്നത് അത് ചെയ്യുവാനായിട്ടും അതിയനും കണ്ണനും തീരുമാനിച്ചു. അങ്ങനെ മഹിയുള്ള സ്ഥലത്തേക്ക് എത്തുകയാണ്. മഹി പറയുന്നത്, അവസാനം നീയൊക്കെ രണ്ടും എന്റെ അടുത്ത് വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും എല്ലാ കാര്യത്തിനും നിങ്ങൾ ഓക്കെ ആയിട്ടില്ലേ? ഈ 2 ഇംഗ്ലീഷുകാരും ഇവിടെ വരികയാ, അവരെ 2 പേരെയും തട്ടണമെന്ന് പറയും. എന്നാൽ ആ ഫോട്ടോ നോക്കിയിട്ട് അതിയൻ പറയുന്നത്, എനിക്കാരെയും കൊല്ലാനൊന്നും പറ്റത്തില്ല, ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് അവരെ കടത്തിക്കൊണ്ട് വരാമെന്നും അതിയൻ പറയുന്നു. അങ്ങനെ മഹി അതിന് സമ്മതിക്കുകയാണ്. ഈ മഹിയുടെ മനസ്സിൽ ഇതിന് പിന്നിൽ മറ്റൊരു ഗൂഢതന്ത്രമുണ്ട്. എന്തെന്നാൽ അതിയൻ മഹിയെ തല്ലിയല്ലോ, അതിന്റെ ദേഷ്യം മഹിയുടെ മനസ്സിലുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അതിയനിട്ട് പണി കൊടുക്കണമെന്നായിരുന്നു മഹിയുടെ മനസ്സിൽ. അതേ സമയമായിരുന്നു ഈ 2 വെള്ളക്കാരെയും കൊല്ലുന്നതിനായിട്ടുള്ള കൊട്ടേഷൻ മഹിക്ക് വന്നതും. അപ്പോൾ ആ കൊട്ടേഷൻ കൊടുത്ത ആൾ പറയുന്നുണ്ട്, നിങ്ങളിത് നേരിട്ട് ചെയ്യരുത്, വെള്ളക്കാരാ,
എന്തെങ്കിലും പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും, വേറെ ആരെങ്കിലും വെച്ച് ചെയ്യുവാനായിട്ടും മഹിയോട് പറയും. അപ്പോൾ മഹിയുടെ മനസ്സിൽ ആദ്യം വന്നത് അദിയന്റെയും കണ്ണന്റെയും മുഖമായിരുന്നു. അദിയനിട്ട് പണി കൊടുക്കണം എന്ന് തന്നെയായിരുന്നു മഹിയുടെ മനസ്സിൽ. വെള്ളക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അദിയനല്ലേ പണി കിട്ടുന്നത്. മഹി പറഞ്ഞതനുസരിച്ച് വെള്ളക്കാരെ കടത്തുന്നതിന് വേണ്ടിയിട്ട് മാസ്ക് ഒക്കെ ഇട്ട് അവർ പോകുന്ന വഴിയിൽ നിൽക്കുകയാണ്. വണ്ടിയിൽ വരുന്ന വെള്ളക്കാരെ ഇവർ കടത്തിക്കൊണ്ടു പോകുവാനായി ശ്രമിക്കും. എന്നാൽ അവർക്കൊപ്പം സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. സെക്യൂരിറ്റിയും ഒക്കെ അടിച്ചിട്ടാണ് 2 വെള്ളക്കാരെയും കൊണ്ടുവന്ന് മഹിയെ ഏൽപ്പിക്കുന്നതും. അതിനുശേഷം മഹി കൊടുത്ത കാശുമായിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകും. കാശടയ്ക്കുവാനായി ചെന്ന സമയത്താണ് അദിയന്റെ അമ്മ മരണപ്പെട്ടു പോയ കാര്യം കണ്ണൻ അറിയുന്നതും. കണ്ണൻ അത് സഹിക്കാനായില്ല. കണ്ണൻ ഉടനെ തന്നെ അദിയനടുത്ത് എത്തിയിട്ട് അമ്മ മരിച്ചുപോയ കാര്യം അദിയനോട് പറഞ്ഞ് ആ കാശും വലിച്ചെറിയും. അമ്മയുടെ മരണവാർത്ത കേട്ട് അദിയൻ തകർന്നു പോകും. അതേ സമയമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് വഴി ഞെട്ടിക്കുന്നൊരു കാര്യം അദിയനും കണ്ണനും അറിയുന്നത്. എന്തെന്നാൽ ആ ഹോസ്പിറ്റലിലേക്ക് 2 വിദേശികൾ എത്തുന്നുണ്ടായിരുന്നു. ഈ രോഗത്തിന് ഫ്രീ ആയിട്ട് ചികിത്സ കൊടുക്കുവാനായിട്ട് വന്നവരായിരുന്നു. എന്നാൽ വരുന്ന വഴിയിൽ അവരെ ആരോ കടത്തിക്കൊണ്ടുപോയി. അതുകൊണ്ടാ നിങ്ങളുടെ അമ്മയ്ക്കും ചികിത്സ കിട്ടാതായി പോയത്. നിങ്ങളുടെ അമ്മയെ പോലുള്ളവർ ദേ ചികിത്സ കാത്ത് ഇവിടെ ഒരുപാട് പേരുണ്ട്. ആ വിദേശികൾ കാണാതായതോടുകൂടി അവരുടെയും ജീവനെയാ അത് ബാധിക്കുന്നത് എന്നൊക്കെ സങ്കടത്തോടു കൂടി ആ ഒരു സ്റ്റാഫ് പറയുന്നു. അതേ സമയമായിരുന്നു 2 വിദേശികൾക്ക് വേണ്ടിയിട്ട് സ്വീകരണത്തിനുള്ള ബോർഡ് വെച്ചത് എടുത്തുകൊണ്ടു പോകുന്നത് അദിയനും കണ്ണനും കാണുന്നത്. അവർ കടത്തിക്കൊണ്ടുപോയ വിദേശികളാണതെന്ന് രണ്ടാൾക്കും മനസ്സിലായി. അത് കാണുന്നതും തന്റെ അമ്മ മരണപ്പെട്ടതിന് കാരണം ഞാനാണല്ലോ എന്നുള്ള ചിന്ത അദിയനുണ്ടാകുന്നു. നമ്മളെ കാരണമല്ലേടാ അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ അദിയൻ പറയുന്നുമുണ്ട്. എന്നിട്ട് അദിയൻ ഉടനെ തന്നെ തറയിൽ കിടക്കുന്ന കാശെല്ലാം നുള്ളിപ്പറക്കും. അത് കാണുന്ന കണ്ണൻ, നീ എന്തിനാ കാശൊക്കെ പറക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഈ കാശ് കൊണ്ടുവന്ന് കൊടുത്തിട്ട് നമുക്ക് ആ 2 വിദേശികളെ ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്റെ അമ്മയുടെ ജീവനോ എനിക്ക് രക്ഷിക്കാനായി പറ്റിയില്ല, ബാക്കിയുള്ളവരുടെ ജീവനെങ്കിലും രക്ഷിക്കാനായി എനിക്ക് പറ്റിയാലോ എന്ന് പറഞ്ഞ് കാശും പെറുക്കിക്കൊണ്ട് നേരെ മഹിക്കടുത്തേക്ക് ചെന്നു. മഹിയുടെ കയ്യിൽ കാശ് ഏൽപ്പിച്ചിട്ട് അവരെ 2 പേരെയും വിട്ടുതരണമെന്ന് പറയുന്ന സമയത്ത് അത് കേൾക്കുവാനായിട്ട് മഹി കൂട്ടാക്കുന്നില്ല. 2 വിദേശികളെ കൊല്ലുവാനായി പിടിച്ചിരുത്തിയിരിക്കുകയായിരുന്നു. എന്നാൽ അദിയനാണെങ്കിൽ എല്ലാവരെയും അടിച്ചിടും. അവസാനം അദിയനാണെങ്കിൽ കത്തിയെടുത്ത് മഹിയെ കുത്തിക്കൊല്ലുവാനായിട്ട് വരുന്ന സമയത്തായിരുന്നു അമ്മ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അദിയൻ ഓർക്കുന്നതും. എന്തെന്നാൽ ഇനി എന്തൊക്കെ സംഭവിച്ചാലും, ആരിനി എന്തൊക്കെ അദിയനോട് പെരുമാറിയാലും ആരെയും കൊല്ലുവാനോ അങ്ങനെയൊന്നും ഒരിക്കലും പോകരുത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അദിയന്റെ ജീവിതമാണ് നഷ്ടമാകുന്നത്. അതിനു പകരം ഇനി എന്തൊക്കെ സംഭവിച്ചാലും അതെല്ലാം സഹിച്ച് അമ്മ ആഗ്രഹിച്ചിരുന്ന ആ ഒരു പൊസിഷനിൽ പഠിച്ചെത്തണമെന്നും അമ്മ പറഞ്ഞിരുന്നു. അമ്മ പറഞ്ഞതെല്ലാം പെട്ടെന്ന് ഓർമ്മ വന്ന അദിയൻ മഹിയെ കൊല്ലത്തില്ല. മഹിയെ വെറുതെ വിട്ടതിനു ശേഷം ആ 2 വിദേശികളെയും അവിടെ നിന്ന് രക്ഷിച്ചിട്ട് അദിയനും കണ്ണനും അവിടെ നിന്നും ട്രെയിൻ കയറി പോകുന്നു. അങ്ങനെ ട്രെയിനിൽ പോകുന്ന സമയത്താണ് TTRനെ പരിചയപ്പെടുന്നതും. കണ്ണനാണെങ്കിൽ അദിയന്റെ കഥയെല്ലാം TTRനോട് പറഞ്ഞതും. അദിയന്റെ കഥകളെല്ലാം കേട്ടുകൊണ്ടുന്ന അബി അദിയൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത്, അദിയൻ ഇപ്പോൾ കളക്ടറായെന്ന് ഞാൻ അറിഞ്ഞതെന്നുള്ള കാര്യം TTR പറയുന്നു. അതിനുശേഷം മറ്റൊരു കഥയും TTR പറയുവാനായും ആരംഭിച്ചു. ഒരു ഭാര്യയും ഭർത്താവും. അവർക്ക് 2 പേർക്കും വിദേശത്തേക്ക് പോകുവാനുള്ള ഏക തടസ്സം അമ്മയായിട്ടുള്ള അന്നക്കിളിയായിരുന്നു. മറ്റൊരു വശത്ത് ഓട്ടോക്കാരനായിട്ടുള്ള അൻപിനെ കാണിക്കും. ഈ അൻപിന് അച്ഛനും അമ്മയും ബന്ധുക്കളും ആരും തന്നെ ഇല്ല. ഒറ്റയ്ക്കുള്ളൊരു ജീവിതമാണ്, ഒരു അനാഥനായിട്ട്. അങ്ങനെ അനാഥനായിട്ട് ജീവിച്ച് അൻപിന് മടുത്തു. ആരെങ്കിലും തനിക്ക് കൂട്ടിന് വേണമെന്ന തോന്നൽ അൻപിനുണ്ടായി. അങ്ങനെ അവനൊരു പെൺകുട്ടിയെ ഇഷ്ടമായി. അവളെ പ്രപ്പോസ് ചെയ്യുകയും ചെയ്തു. അവൾ വിളിച്ചിട്ട് പറയുന്നത്, നീ വീട്ടിൽ വന്ന് പെണ്ണാലോചിക്കണം. ഞാൻ അച്ഛനോടും അമ്മയോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്നും അൻപിനോട് അവൾ പറയുന്നു. മറ്റൊരു വശത്ത് മകന് വിദേശത്തേക്ക് പോകുന്നതിന് അമ്മയായ അന്നക്കിളി തടസ്സമായതിനാൽ അന്നക്കിളിയെ കൊണ്ടുവന്ന് ഒരു ആശ്രമത്തിലാക്കും. എന്നിട്ട് മകൻ അവിടെയുള്ളവരോട് പറയുന്നുണ്ട്, അമ്മ അച്ഛൻ മരിച്ചതിൽ പിന്നെ വല്ലാതെ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. അമ്മയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒറ്റയ്ക്കൊക്കെ സംസാരിക്കും. ആ സമയത്ത് നിങ്ങൾ ആരും അമ്മയെ ശല്യപ്പെടുത്തരുതെന്നും മകൻ പറയുന്നു. യഥാർത്ഥത്തിൽ അച്ഛൻ മരിച്ചതിൽ പിന്നെ അമ്മയ്ക്കാണെങ്കിൽ തന്റെ ഭർത്താവിനെ അടുത്ത് കാണുന്നത് പോലെയൊക്കെ തോന്നാറുണ്ട്. ഭർത്താവ് അടുത്തു വരുന്ന സമയങ്ങളിലായിരുന്നു ഈ അമ്മ ഒറ്റയ്ക്ക് സംസാരിക്കുന്നതും. മറ്റുള്ളവരുടെ കണ്ണില് അമ്മ ഒറ്റയ്ക്ക് സംസാരിക്കുന്നു. എന്നാൽ അമ്മയ്ക്കാണെങ്കിൽ തന്റെ ഭർത്താവിനെ കാണുവാനായും പറ്റുന്നുണ്ട്. മകൻ പോയി കഴിഞ്ഞ ഉടനെ തന്നെ അന്നക്കിളി ആ ആശ്രമം എല്ലാം ചുറ്റിക്കറങ്ങി കാണും. സത്യത്തിൽ ഈ അന്നക്കിളി ഒരു അനാഥ പെൺകുട്ടിയായിരുന്നു. ആശ്രമത്തിൽ വളർന്ന പെൺകുട്ടി. അവിടെ നിന്നുമാണ് അവരുടെ ഭർത്താവ് അവരെ കൊണ്ടുപോയി വിവാഹം കഴിച്ച് സുഖമായി ജീവിച്ചതും. എന്നാൽ അവർ ഇപ്പോൾ അവരുടെ ഭർത്താവിനോടായി പറയുന്നുണ്ട്, നിങ്ങൾ എവിടെ നിന്നാണോ എന്നെ വിളിച്ചുകൊണ്ടുപോയി കല്യാണം കഴിച്ചത്, അതേ സ്ഥലത്ത് തന്നെ നമ്മുടെ മകൻ എന്നെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ടെന്ന്
സങ്കടത്തോടെ പറയുന്നു. പക്ഷെ ആ ആശ്രമത്തിൽ നിൽക്കുവാനൊന്നും അന്നക്കിളി കൂട്ടാക്കിയില്ല. ആരും അറിയാതെ അന്നക്കിളി അവിടെ നിന്നും രക്ഷപ്പെട്ടു പോവുകയാണ്. നേരെ വന്ന് കയറുന്നത് ദേ അൻപിന്റെ ഓട്ടോയിലും. അൻപ് എവിടെ പോകണമെന്ന് ചോദിക്കുന്ന സമയത്ത് എവിടേക്ക് പോകണമെന്ന് പോലും അന്നക്കിളിക്ക് പറയുവാനായി അറിയത്തില്ല. ഒരു ബീച്ചിൽ കൊണ്ടുവന്ന് ആക്കുവാനായിട്ടും അന്നക്കിളി പറയുന്നു. അതനുസരിച്ച് ബീച്ചിലേക്ക് കൊണ്ടുവന്നാക്കുകയാണ് അൻപ്. അൻപിനോട് അവിടെ വെയിറ്റ് ചെയ്യുവാനായി പറഞ്ഞിട്ട് അന്നക്കിളി ബീച്ചിൽ പോയിരിക്കും. അന്നക്കിളിയുടെ അടുത്തായിട്ട് തന്റെ ഭർത്താവ് വന്നിരിക്കുന്നത് പോലെ അവർക്ക് തോന്നുന്നു. എന്നിട്ട് ഭർത്താവിനോടായിട്ട് അന്നക്കിളി ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. കുറെ നേരം സംസാരിച്ചിരുന്ന് അന്നക്കിളി കുഴഞ്ഞു വീഴും. അത് അൻപ് കാണുകയാണ്. അന്നക്കിളിക്ക് എന്തെങ്കിലും വയ്യായിക കൊണ്ടാണോ കുഴഞ്ഞു വീണത് എന്ന് കരുതി അൻപ് അവരെ പിടിച്ചുകൊണ്ടുവന്ന് ഓട്ടോയിലിരുത്തി. ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണെന്ന് കരുതി ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുക്കും. അതേസമയം അന്നക്കിളി അൻപിനോട് ചോദിക്കും, മോന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അതിന് മറുപടിയായിട്ട് അൻപ് പറയുന്നത്, എന്റെ വീട്ടിൽ ആരുമില്ല, ഞാനൊരു അനാഥനാ, എനിക്ക് സ്വന്തമെന്നോ ബന്ധമെന്നോ പറയുവാനായിട്ട് ആരുമില്ലമ്മ. എന്റെ അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളെയൊക്കെ കാണുന്ന സമയത്ത് ഞാൻ അവരെയൊക്കെ കൊതിതീര അമ്മ എന്ന് വിളിക്കും. പിന്നെ എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാ. അവൾ ഒരു ദിവസം എന്റെ ഓട്ടോയിൽ വന്ന് കയറി. ആദ്യമായിട്ടാ ഞാൻ അന്ന് അവളെ കാണുന്നത്. എനിക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ അവളെ ഇഷ്ടമായി. പിന്നീട് ഞാൻ അവളെ ഫോളോ ചെയ്ത് പോകുവാനായി തുടങ്ങി. ഒരിക്കൽ അവൾ എന്റെ ഓട്ടോയിൽ വന്ന് കയറിയ സമയത്ത് ഞാൻ അവളോട് പറഞ്ഞു, എനിക്ക് ആരുമില്ല, സ്വന്തമെന്നോ ബന്ധമെന്നോ പറയുവാനായിട്ടും ആരുമില്ല. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നമുക്ക് വിവാഹം കഴിക്കാം. നിന്നെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കുമെന്നും അൻപ് അവളോട് പറഞ്ഞു. എന്നാൽ അവൾ പറഞ്ഞത്, എനിക്ക് അതിനൊന്നും താല്പര്യമില്ല, എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടാണ് ഓട്ടോയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. വീട്ടിലെത്തിയതിനു ശേഷം ആ പെൺകുട്ടി ഒരുപാട് ആലോചിക്കും. എന്നിട്ടവൾ അവളുടെ അമ്മയോട് ഈ കാര്യം പറയുന്നു. അവളുടെ അമ്മയാണ് വീട്ടിൽ സമ്പാദിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എന്നാൽ അച്ഛനാണെങ്കിൽ അടുക്കള പണിയൊക്കെ നോക്കും. അതുപോലെ തന്നെ തനിക്ക് വേണമെന്ന ആഗ്രഹം ആ പെൺകുട്ടിക്കുണ്ടായി. അവൾ അമ്മയോട് പറയും, അൻപിന് അച്ഛനും അമ്മയും ആരുമില്ല, അവനൊരു അനാഥനാണ്. അവനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും അവൻ എന്റെ കാൽച്ചുവട്ടിൽ തന്നെ ജീവിക്കും. എന്നെ നന്നായിട്ട് നോക്കുകയും ചെയ്യും. എനിക്ക് അങ്ങനെ ഒരാളിനെയാണ് ആവശ്യം. ഞാൻ അവനോട് ഇന്ന ദിവസം പെണ്ണ് കാണുവാനായിട്ട് വരുവാനായിട്ട് ഞാൻ പറയുമെന്നും അമ്മയോട് പറയുന്നു. പക്ഷെ അമ്മയ്ക്കാണെങ്കിൽ അതിന് വലിയ താല്പര്യമൊന്നുമില്ല. ആ പെൺകുട്ടിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലായല്ലോ. എന്നാൽ മറ്റൊരു വശത്ത് അമ്മയെ കൊണ്ട് ഓട്ടോയിൽ കറങ്ങി നടക്കുകയാണല്ലോ അൻപ്. അൻപാണെങ്കിൽ അമ്മയോട് പറയും, നാളെ അവള് പെണ്ണ് കാണുവാനായിട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാ. അവളെ കാണുവാനായിട്ട് എനിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ട് പോകുവാൻ പോലും എന്റെ കയ്യിൽ കാശില്ല. അമ്മയുടെ കയ്യില് വല്ലതും തരാനുണ്ടോ എനിക്കെന്ന് ചോദിക്കും. അപ്പോൾ അമ്മ പറയുന്നത്, നീ ഒരു കാര്യം ചെയ്, എന്റെ കഴുത്തിൽ കിടക്കുന്ന ചെയിൻ എടുത്തോ. അപ്പോൾ അവൻ പറയും, എനിക്ക് ചെയിനൊന്നും വേണ്ട, എനിക്ക് കാശ് തന്നാൽ മതിയെന്നും അൻപ് പറയുമ്പോൾ അമ്മ പറയുന്നത്, നീ ഒരുപാട് തവണ എന്നെ അമ്മ അമ്മ എന്ന് വിളിച്ചില്ലേ, ഒരമ്മ മകന് കൊടുക്കുന്ന ഗിഫ്റ്റായിട്ട് കരുതിയാൽ മതിയെന്നും അന്നക്കിളി പറഞ്ഞു. അങ്ങനെ അൻപാണെങ്കിൽ അന്നക്കിളിയുടെ കയ്യിൽ നിന്നും ആ ഒരു ചെയിനും വാങ്ങി. അന്നക്കിളി പറഞ്ഞ സ്ഥലത്ത് അൻപാണെങ്കിൽ അവരെ ഇറക്കി വിടുകയും ചെയ്തു. അൻപ് പോയി കഴിഞ്ഞ ഉടനെ തന്നെ എങ്ങോട്ട് പോകണമെന്നറിയാതെ നിന്ന അന്നക്കിളി അവിടെ ഉണ്ടായിരുന്ന പാലത്തിന് മുകളിൽ നിന്നും താഴേക്ക് പുഴയിലേക്ക് എടുത്ത് ചാടി. പക്ഷെ അതെല്ലാം അൻപിന്റെ സ്വപ്നമായിരുന്നു. അന്നക്കിളി അവിടെ നിന്ന് ചാടിയെന്ന് സ്വപ്നം കണ്ട അൻപ് ഉടനെ തന്നെ ആ ഒരു സ്ഥലത്തേക്ക് അന്നക്കിളിയെ അന്വേഷിച്ചു വരും. പക്ഷെ അവിടെയൊന്നും അന്നക്കിളിയില്ല. ബീച്ചിൽ പോയി നോക്കാമെന്ന് കരുതി ബീച്ചിലെത്തിയപ്പോൾ ദേ അവിടെ ഒറ്റയ്ക്കിരിക്കുകയാണ് അന്നക്കിളി. അന്നക്കിളിക്ക് അടുത്തേക്ക് വന്നിട്ട്, അമ്മ എന്താ എങ്ങും പോകാത്തത്, ഇവിടെ വന്ന് ഒറ്റയ്ക്കിരിക്കുന്നത് എന്താ എന്ന് ചോദിക്കുന്ന സമയത്ത്, എനിക്ക് പോകുവാനായിട്ട് ഒരു സ്ഥലവുമില്ല, എനിക്ക് ആരുമില്ല എന്നുള്ള കാര്യം അന്നക്കിളി പറയുന്നു. ഇതെന്താ അമ്മ എന്നോട് നേരത്തെ പറയാത്തത്? എനിക്കും ആരുമില്ല, ഞാനും ഒരു അനാഥന. അമ്മ എന്റെ വീട്ടിലേക്ക് വരുന്നു എന്റെ അമ്മയായിട്ടെന്നും അൻപ് അന്നക്കിളിയോട് ചോദിക്കുന്നു. ആ ഒരു ചോദ്യം കേട്ടതും അന്നക്കിളിക്ക് ഒരുപാട് സന്തോഷമുണ്ടായി. കാരണം അവരുടെ മകനിൽ നിന്ന് കിട്ടാത്ത സ്നേഹമാണ് ദേ എവിടെയോ കിടക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവറായ അൻപിൽ നിന്നും അന്നക്കിളിക്ക് കിട്ടിയിരിക്കുന്നത്. അന്നക്കിളി അവനോടൊപ്പം അവന്റെ വീട്ടിലേക്കും പോയി. അടുത്ത ദിവസം പെണ്ണ് കാണുവാനായിട്ട് ഒരുങ്ങി റെഡിയായി അന്നക്കിളിയും കൂട്ടി അവൻ പോവുകയാണ്. പെണ്ണിന്റെ വീട്ടിലെത്തിയ സമയത്ത് ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അൻപിനൊപ്പം ഇരിക്കുന്ന അന്നക്കിളിയെ കണ്ടതും, ഇതാരാ നിന്നോടൊപ്പമുള്ള ഈ സ്ത്രീ? നീ എന്ന് പറഞ്ഞത് നിനക്ക് അച്ഛനും അമ്മയും ആരുമില്ലാത്ത അനാഥനാണെന്നല്ലേ? അപ്പോൾ അത് കേട്ട് അൻപ് പറയുന്നത്, ഇതെന്റെ അമ്മയാ, എനിക്ക് കിട്ടിയ അമ്മയാണെന്നും അൻപ് അവരോട് പറയുന്നു. ഇതെല്ലാം ആ പെൺകുട്ടി മാറി നിന്ന് കാണുന്നുണ്ടായിരുന്നു. അവൾ ഉടനെ തന്നെ അൻപിനെ വിളിച്ചിട്ട്, ആരാ സ്ത്രീ? നീ എന്ന് പറഞ്ഞത് നിനക്ക് ആരുമില്ലെന്നല്ലേ? ഇതാരാന്ന് ചോദിക്കുന്ന സമയത്ത് അൻപ് നടന്ന കാര്യമെല്ലാം പെൺകുട്ടിയോട് പറയുന്നു. എന്നാൽ അവൾ പറയുന്നത്, നീ അനാഥനാണെന്ന് കരുതിയിട്ടാ ഞാൻ നിന്നെ വിവാഹം കഴിക്കുവാനായും തയ്യാറായത്. പക്ഷെ ഈ ഒരു സ്ത്രീ ഉള്ളപ്പോൾ നിന്നെ വിവാഹം കഴിക്കുവാനായിട്ട് എനിക്ക് താല്പര്യമില്ലെന്ന് പറയും. അൻപ് അവളോട് പറയും, നമുക്ക് 3 പേർക്കും സന്തോഷമായിട്ട് ജീവിക്കാം. അമ്മ പാവമാണെന്നൊക്കെ പറഞ്ഞിട്ട് പോലും ആ പെൺകുട്ടി കേൾക്കുവാനായിട്ടും കൂട്ടാക്കുന്നില്ല. കുറെ നേരം കഴിഞ്ഞ് അകത്തേക്ക് വന്ന അൻപ്, വാ അമ്മ, നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞ് അമ്മയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഓട്ടോയിൽ തിരിച്ചു പോകുന്ന സമയത്തെല്ലാം, എന്ത് പറ്റി, എന്താ സംഭവിച്ചത്, നീ എന്താ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയത് എന്നുള്ള കാര്യമെല്ലാം അമ്മ ചോദിക്കും. അപ്പോൾ അൻപ് നടന്ന കാര്യം പറയുന്നു. അൻപും ആ പെൺകുട്ടിയും സംസാരിച്ചുകൊണ്ട് നിന്ന സമയം തന്നെ പെൺകുട്ടിയുടെ അമ്മ അവിടേക്ക് വന്ന് അവരുടെ സംസാരത്തിനിടയിൽ ഇടപെട്ട് വലിയ പ്രശ്നമുണ്ടാക്കും.
ആ പെൺകുട്ടിയുടെ അമ്മയാണെങ്കിൽ അന്നക്കിളിയെ തെരുവിലുള്ള സ്ത്രീ അനാഥ എന്നൊക്കെ പറഞ്ഞ് മോശമായിട്ട് പറയും. അത് കേട്ട് അൻപിന് വല്ലാതെ ദേഷ്യം വന്നു. അൻപാണെങ്കിൽ ആ പെൺകുട്ടിയെ തല്ലി. അവൻ ആ പെൺകുട്ടിയെ തല്ലിയത് എന്തെന്നാൽ അവളുടെ അമ്മയെ തല്ലാനായിട്ട് പറ്റില്ലല്ലോ, അതിന് പകരമാണ് പെൺകുട്ടിയെ തല്ലിയത്. അത് കാരണം ഇനി ഈ വിവാഹം നടക്കത്തില്ല എന്നും അവർ പറഞ്ഞു. അതുകൊണ്ടാണ് അൻപ് അമ്മയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയതും. അതെല്ലാം കേട്ട് കഴിഞ്ഞ് അന്നക്കിളി അൻപിനോട് ചോദിക്കും, നീ എന്തിനാ അവളെ തല്ലിയത്? എനിക്ക് വേണ്ടിയിട്ട് നീ എന്തിനാ ഇത്രയും പ്രശ്നമുണ്ടാക്കിയത് എന്ന് അൻപിനോട് ചോദിക്കുമ്പോൾ അൻപ് പറയുന്നത്, അതൊക്കെ വിടമ്മ, എനിക്ക് വേറെ പെണ്ണിനെ കിട്ടാതിരിക്കുന്നോ? എന്തായാലും എനിക്കിപ്പോൾ ഒരു അമ്മയെ കിട്ടിയിട്ടില്ലേ, പിന്നെ എനിക്ക് എന്റെ അമ്മ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് എനിക്ക് വിവാഹം കഴിപ്പിച്ച് തരില്ലേ എന്ന് പറയുമ്പോൾ അത്രയും നേരം സങ്കടപ്പെട്ടിരുന്ന അമ്മയാണെങ്കിൽ അത് കേട്ട് ചിരിക്കും. അങ്ങനെ രണ്ടുപേരും അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നതും. TTR വഴി ആ ഒരു കഥയും കേട്ട് കഴിഞ്ഞ് അബിക്കാണെങ്കിൽ വല്ലാത്ത സങ്കടവും സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ആ ഒരു കഥ അവിടെ അവസാനിക്കുകയാണ്. TTR വഴി 4 കഥകൾ കേട്ട് കഴിഞ്ഞ അബിയാണെങ്കിൽ അഞ്ചാമതായിട്ട് ഒരു കഥ പറയാമെന്ന് പറഞ്ഞില്ലേ, ഒരു ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും, ആ ഒരു കഥ കൂടി പറഞ്ഞു തരുവാനായിട്ടും അബി പറയും. എന്നാൽ TTR പറയുന്നത്, അതിന് വേണ്ട, ഇത്രയും കഥ കേട്ടപ്പോൾ തന്നെ നിന്റെ മനസ്സിന് നല്ല മാറ്റമുണ്ടായില്ലേ, അത് മതി എന്ന് പറഞ്ഞിട്ട് TTR അവിടെ നിന്ന് നടന്നു പോകുന്നു. സത്യത്തിൽ TTR പറയുവാൻ വന്ന ആ ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും കഥ TTRന്റെ കഥ തന്നെയായിരുന്നു. അതെന്തെന്ന് ആലോചിച്ചുകൊണ്ടാണ് TTR അവിടെ നിന്ന് പോകുന്നതും. TTRന്റെ ഭാര്യയ്ക്ക് ഒരിക്കലും TTR ഒരു വില കൊടുത്തിട്ടേയില്ല. എപ്പോഴും ഭാര്യയുമായിട്ട് വഴക്കു കൂടുമായിരുന്നു. ചെറിയ ചെറിയ കാര്യത്തിന് പോലും ഭാര്യയോട് വല്ലാതെ ദേഷ്യപ്പെടും. ഭാര്യയെ ഇഷ്ടമല്ലാത്ത രീതിയിലായിരുന്നു TTR പെരുമാറിക്കൊണ്ടേയിരുന്നതും. എന്നാൽ ഒരു ദിവസം ഭാര്യ മരിച്ചുപോയി. ഭാര്യയുടെ മരണശേഷമാണ് അവർ എത്രത്തോളം തന്റെ ജീവിതത്തിൽ സ്ഥാനം പിടിച്ചിരുന്നു എന്നുള്ള കാര്യം TTRന് മനസ്സിലായത്. കണ്ണിരിക്കുമ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്നില്ലേ, അത് തന്നെയാണ് ഇപ്പോൾ TTRന് സംഭവിച്ചിരിക്കുന്നതും. ഭാര്യ മരിച്ചതിൽ പിന്നെയാണ് ഭാര്യ ആരായിരുന്നുവെന്നും അവർ തന്റെ ജീവിതത്തിൽ എന്തായിരുന്നുവെന്നും ഭാര്യ മരിച്ചതിൽ പിന്നെ താനൊരു അനാഥനെ പോലെയായി മാറിയെന്നും TTRന് മനസ്സിലായതും. ഇത്രയും കഥകളെല്ലാം കേട്ടുകഴിഞ്ഞ് അബിക്കാണെങ്കിൽ തന്റെ അമ്മയോട് സ്നേഹമുണ്ടാകുവാനായി തുടങ്ങി. അമ്മ തന്നോട് സ്നേഹമായി പെരുമാറിയ നിമിഷങ്ങളെല്ലാം അബി ഓർക്കുന്നു. അതിനുശേഷം അബി അമ്മയെ വിളിച്ചിട്ട് അമ്മയോട് സോറി പറയും. അബി സോറി പറയുന്നത് കേട്ട് അമ്മയ്ക്കും ഒരുപാട് സന്തോഷമായി. നീ വീട്ടിലേക്ക് വരുവാനായിട്ടും അബിയോട് അമ്മ പറഞ്ഞു. അങ്ങനെ അബി കോളും കട്ട് ചെയ്ത് സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് പോകുന്നത് കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.